ഞാൻ പറയാം, നിങ്ങൾ പറയണ്ട. ചവിട്ടി പൊട്ടിച്ച് തുടങ്ങാറ് ഐശ്വര്യമായിട്ട്. അതൊക്കെ എടുക്കാനുള്ളതായിരുന്നു കേട്ടാ ഇപ്പൊ പറഞ്ഞ സാധനം. എന്നിട്ട് അവനെ പിടിച്ച് ഉരുട്ടായിരുന്നു, ഒരു വലിയ തണ്ണി വന്ന നാരങ്ങ കിട്ടിയില്ല, ബബിൾ നാരങ്ങ. ആക്ഷൻ. ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. സോ നമ്മൾ വന്നിരിക്കുകയാണ് ഒരു പോഡ്കാസ്റ്റുമായിട്ട്. ഈ പോഡ്കാസ്റ്റിന് ഒരു പേരില്ല, നാളില്ല, ഇത് എവിടെ വരുമെന്ന് അറിയത്തില്ല, ഇത് എന്ന് വരുമെന്ന് അറിയത്തില്ല. നാടുണ്ട്, യെസ്. നാട് എവിടെയാണ്? ദുബായ്. ആൻഡ് ദുബായിൽ നിന്നും നമ്മൾ വന്നിരിക്കുകയാണ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. നമ്മളുടെ കൂടെ ഗസ്റ്റുകളില്ല, ഇതെൻ്റെ കൂട്ടുകാരാണ്. സോ ദേ ആർ മൈ ഫ്രണ്ട്സ് ഫ്രം ദുബായ്. ഞാനും സുബിനും ഇപ്പോൾ 1 year ആയി. ഇവന്മാര് 6 മാസം. ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ഫോർമലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പം എന്നെ ഫോളോ ചെയ്യുന്നവർക്കും ഇവരെ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാം ഇവർ ആരൊക്കെയാണെന്ന്. എന്നാലും നമ്മുടെ നൊമാഡിയൻ ശരിക്കുള്ള പേര് പറയില്ല എന്നുള്ള ഒരു നിർബന്ധത്തിലാണ്. അത് 1 million ആവുമ്പോൾ പുള്ളി നെയിം റിവീൽ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് 1 million ഫോളോ അടുത്തൊന്നും ആർക്കും അറിയാൻ താല്പര്യമില്ല. പക്ഷേ പുള്ളി ഒരു മുവേല കിങ് എന്നാണ് ഇവിടെ ലോക്കലായിട്ട് അറിയുന്നത്. സ്വയം പറയാറില്ല, നമ്മൾ പറയാറുണ്ട്. മുവേല കൊമേഴ്ഷ്യലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതാരാണെന്ന്. അങ്ങനത്തെ ഒരു ബ്രാൻഡിങ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഒരു ഫുഡ് ബ്ലോഗറാണ്, എന്നാൽ ജിമ്മിൽ പോകാറുണ്ട്. ജിമ്മിൽ പോയി വന്ന ഉടനെ ഷർട്ട് ഊരിയിട്ട് ഷർട്ട് ഇടാത്ത ഫോട്ടോ സ്റ്റോറി ആയിട്ടുള്ള ഒരാളാണ്. സോ ഹീസ് ദ എവർ ലാസ്റ്റിംഗ് നൊമാഡിയൻ, AKA 1 million ആവുമ്പോൾ പേര് പറയും. അത് കഴിഞ്ഞ് നമ്മളുടെ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ വി ഹാവ് യാസർ. യാസർ വന്ന് B16 ഓണറാണ്. ഈസ് എ റിയലി ഗുഡ് ഫിലിം മേക്കർ. നല്ല രീതിയിൽ റെട്രോ സ്റ്റൈൽ വീഡിയോസ് എടുക്കും. ഒരുപാട് നാള് അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇല്ലേ? നന്നായിട്ട് ചിരിക്കും. ഈ ചിരി കാണാൻ ഒരുപാട് ലേഡീസ് ലേഡീസുകൾ ഇങ്ങനെ ഉണ്ടെന്ന് ഞാൻ കേൾക്കാറുണ്ട്. ബട്ട് ഈസ് എൻ ഓൺട്രപ്രണർ. സ്വന്തമായ ഒരു ബ്രാൻഡ് തുടങ്ങി. അങ്ങനെ പലതും പറയും. അപ്പൊ എന്തിനാണെങ്കിലും ഈസ് എൻ ഓൺട്രപ്രണർ. ഒരുപാട് നിങ്ങൾക്ക് നല്ലൊരു ഇൻസ്പിറേഷൻ ആവാൻ എടുക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. ഫ്രം ദി ഏജ് ഓഫ് 25 അല്ല എപ്പോഴാണ് തുടങ്ങിയത്? 23 ഓൺവേർഡ്സ് ഹി സ്റ്റാർട്ടഡ് ഡൂയിങ് ദിസ്. ഇപ്പൊ 25. അപ്പൊ അന്ന് തൊട്ട് നമ്മൾ എല്ലാവർക്കും ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കാൻ നമ്മളെ പോലെ എന്നെ അടിക്കണ്ട കൊച്ചു പയ്യെ. അത് ഈ മറ്റേ സാധനമാണ്, കണ്ണാടി ഊരിയാ കാണാം എന്റെ കൊച്ചു പയ്യനൊക്കെ. അതാണ് ഗൈസ് ഈ കണ്ണാടി വെച്ചോണ്ടിരിക്കണേ. കണ്ണാടി കഴിഞ്ഞാൽ കണ്ണ് പഴുത്തിരിക്കുകയാണ്, കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ്. കാണാതിരിക്കാൻ വേണ്ടി കണ്ണാടി നമ്മൾ പറഞ്ഞാണ് ഊരാ, പക്ഷേ പറ്റൂല, എന്റെ കണ്ണ് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ പേടിക്കും പറഞ്ഞു. അപ്പൊ എനിവേസ് യാസർ, വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. ആൻഡ് ദ വൺ ആൻഡ് ഓൺലി സുബിനോളജി വി ഹാവ്. എന്തൊക്കെയാണ് സുബിനോളജി? നമുക്ക് സൊറബറയുടെ ഹോസ്റ്റാണ്. ഹീസ് എ ഫുഡ് വ്ളോഗർ, ഹീസ് എൻ ഓൺട്രപ്രണർ, ഹീസ് ഒരുപാട് ആൾക്കാരുടെ മാനേജർ, ഇന്നലെ ഫുഡ് കൺസൾട്ടന്റ്. ആൻഡ് ഇന്നലെ ഫ്ലവേഴ്സിന്റെ എത്രയോ 1000 ആൾക്കാർ, 20,000 ആൾക്കാർ വന്ന സാധനം പുഷ്പം പോലെ ഹാൻഡിൽ ചെയ്ത. ഗൈസ് നമുക്ക് അതിൽ തന്നെ തുടങ്ങാം. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളി എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. പക്ഷെ ഇച്ചിരി ഞാൻ മെനക്കെട്ടു. വെള്ളം കുടിച്ചോ? ഒന്നാമതൊരു ഓണപ്പരിപാടിയാണ്. പക്കാ മലയാളികളാണ്. 140 കോളേജ് നടത്തുന്ന ഒരു അക്കാഫ് എന്ന് പറഞ്ഞൊരു അലുമിനൈ ഫോറമാണ്. ഇവിടെ 40 വർഷത്തോളമായിട്ടൊരു അസോസിയേഷൻ, 26ാം ഒരു ഒഫീഷ്യൽ ഗവൺമെൻറ് എൻറ്റിറ്റി തന്നെയാണ്. എന്ന് വെച്ചാൽ CDA അപ്രൂവ്ഡ് ഒരു എൻറ്റിറ്റിയാണ്. അപ്പോൾ അവരുടെ ആ ഒരു പരിപാടി എന്ന് വെച്ചാൽ ചെറിയ പരിപാടിയൊന്നുമില്ല. ഇത്രയും വർഷക്കാലം വലിയ എക്സ്പീരിയൻസ് ആങ്കേഴ്സ് ആണ്. ആ ഒരു എനിക്കൊരു ഡൗട്ട് ഉണ്ട്, നിങ്ങൾക്ക് അതുണ്ടോ? ഈ ചെവിയിൽ ഒരു സാധനം വെക്കൂലേ, അതിൽ എന്തോന്നാണ് അവർ പറയുന്നത്? എന്റെ പൊന്നു അതൊന്നും പറയണ്ട. ഞാൻ പാട്ട് പാടുന്നവരോട് ഇൻഫോർമേഷൻ കൊടുക്കും. ആരാ വരുന്നത്, ഇനി എന്ത് പറയണം, അതല്ല അവർ ഇന്നിയർ മൈക്സ് ആണ്. ഇന്നിയർ മൈക്സ് വെച്ചുതരും. ഇന്നിയർ മൈക്സ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളോട് പറയും അടുത്ത നിങ്ങൾ ആങ്കേഴ്സ് കയറിയിട്ട് ഇന്നേ സാധനം ഇൻട്രോ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് റെഡിയാക്കും. അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക്
അല്ല പ്ലാൻ മാറി, അതല്ല ഇൻട്രോ ഇത് മാറി, സ്റ്റീഫൻ ദിവസ് ഇപ്പോൾ 2 കാര്യങ്ങൾ നിങ്ങൾ വെറുതെ ചർച്ച ചെയ്യൂ. ടൈം മാറി. ഞങ്ങൾ ഇതാണ് പറയണത്. പെട്ടെന്ന് ആ സ്ക്രിപ്റ്റ് ഞങ്ങൾ വായിച്ച് അതൊക്കെ മനഃപ്പാടമാക്കിയിട്ട് കയറാൻ പോവല്ലേ. ആ സമയത്താണ് ആ നടക്കുമ്പോൾ അവർ പറയും ഇല്ല ചെറിയൊരു പ്ലാൻ വ്യത്യാസമുണ്ട്, അതല്ല ഇതാണ് ചെയ്യേണ്ടത്. ഡിങ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് ഫസ്റ്റായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ദി നമ്മുടെ ഹോസ്റ്റുകൾക്ക് അതായിരുന്നു, ആങ്കേഴ്സിന്. അതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ ഇത് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കളി പോയി ഡൗൺ. അത് ഞാൻ കാറ്ററേഷൻ ഒന്നുമല്ലടാ, എനിക്കൊന്നും കാണുന്നില്ല, ഞാൻ സ്റ്റേജിലുണ്ട്. പക്ഷേ ആൾക്കാരെ കാണാൻ പറ്റുമോ? മറ്റേ ലൈറ്റ് അടിക്കണോ? അതൊക്കെ കാണാം. അത്രയും ആൾക്കാരൊക്കെ നമുക്ക് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ഒരു സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല, എല്ലാം പോയി എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. അപ്പം എന്തോ ഭാഗ്യത്തിന് എൻ്റെ കൂടെ അത്രയും വലിയ എക്സ്പീരിയൻസ്. ഇൻട്രോവേർട്ട് അല്ലേ? ഞാൻ ഇൻട്രോവേർട്ടാ. ഓക്കെ, നീ ചെയ്യൂ ഇങ്ങനത്തെ ഒരു സാധനം. എനിക്ക് ഓക്കെയാണ്, നീ ചെയ്യൂ. എനിക്ക് പ്രശ്നമില്ല. ഞാൻ ഒരുപാട് സ്റ്റേജിൽ ഞാൻ കുഞ്ഞിലോട്ടെ സ്റ്റേജിൽ കയറി ഡാൻസ് ഇതെല്ലാം കളിച്ച് എനിക്ക് ആ ഒരു ഫിയർ ഇല്ല. അത് ഞാനും ചെയ്തിട്ടുണ്ട്. പേടിയില്ല, കാരണം എനിക്ക് വായി തോന്നുന്ന ഞാൻ കോതക്കെന്ന് പറഞ്ഞാൽ ഞാൻ പറയും 20,000 പേരടാ. എടാ എനിക്കിപ്പം പറഞ്ഞ ഞാൻ കയറും, എനിക്ക് പേടിയില്ല. ലൈക്ക് എനിക്ക് എന്ത് സംഭവിക്കുന്നത്, കാരണം എന്നെ ആരും ബോധം. 10 പേര് വന്ന് നിൽക്കുമ്പോ മറ്റേ പഴം വിഴുങ്ങിയോലെ ഇരിക്കണ എവനാണ് ഈ പറയണത്. ഇപ്പൊ ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയും, എനിക്ക് കുഴപ്പമില്ല. എനിക്ക് പേടിയാ, ഞാൻ ഇതിന്റെ അകത്തൊരു മെയിൻ വിഷയം എന്ന് വെച്ചാൽ എനിക്കും പേടിയില്ല. ഞാനും 10,000-20,000 ആൾക്കാർ മുമ്പിൽ എനിക്ക് നിൽക്കാൻ ധൈര്യമുണ്ട്. 200-500 ഞാൻ നിന്നിട്ടുണ്ട്. പക്ഷെ ഇത് എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയത് ഞാൻ ഫസ്റ്റ് എനിക്കറിയില്ല. നീ പ്ലാൻ ചെയ്ത് വെച്ചതിനെ കംപ്ലീറ്റ് മാറ്റം പറയും. നമ്മള് തെറിയൊന്നുമല്ലോ പറയുന്നത്, എന്തും പറയാമല്ലോ. പക്ഷെ നീ തെറി നിന്റെ വാൻ തെറി എന്തും പുള്ളിയൊക്കെ സിവിലൈസ്ഡ് ആണ്. ഞാൻ പുള്ളി ചീത്തളിയാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞ വാ തുറന്ന 10 പള്ളി വന്നിട്ട് അന്ന് ദുബായിന്ന് ഷാർജ പോകുന്ന നേരം കുറച്ച് തെറി പറഞ്ഞ് ഒരു തെറിപ്പാട്ട് വരെ പാടി. അങ്ങനെ ഒരു വലിയ പ്രശ്നം എനിക്കും ഉണ്ട്. ഒരു പബ്ലിക്കുമായിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ പറയും ഇല്ലേ, പബ്ലിക്കായിട്ട് എന്റെ വായിൽ ചിലപ്പോൾ ചീത്ത വരും. എന്തെങ്കിലുമൊക്കെ വന്ന് കൂടുതലും വന്ന് ഞാൻ പറയാം. അത് മാത്രമല്ല, നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം ഫിൽറ്റേർഡ് ആയിരിക്കണമല്ലോ. അത്രയും ശ്രദ്ധിച്ച് ഓരോന്ന് പറയണം, വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് പറയണം. പിന്നെ ഇത് അങ്ങനെ കോൺഷ്യസ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ പതറിപ്പോ. അല്ല അതും ഒരു ചെവിയിൽ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കുക, ഇറിറ്റേറ്റഡ് ആവൂലേ. ഞാനിപ്പം ഇത് അടുത്ത നമ്മൾ ഹരിശങ്കർ ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ആണ്. ഹരിശങ്കർ ഇന്ററാക്ഷൻ ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞു കുറച്ച് ഇങ്ങോട്ട് ഹരിശങ്കറിനെയും എല്ലാവരെയും കൂടി കുറച്ച് ഇപ്പുറത്തേക്ക് വരാം, ബിക്കോസ് ഇത് ടി വിയിൽ കൂടി എയർ ചെയ്യാൻ പോകുന്ന സാധനമാണ്, ലൈവല്ല ബട്ട് പിന്നീട്. സോ അതിനുവേണ്ടി ഫോക്കസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഫോക്കസ് ടി വിയിൽ കാണാൻ പറ്റൂല. അവര് പേടിച്ചത് വരും, എല്ലാവരും അത് കട്ടി. പേടിച്ചോ നീ ചറവറ കണ്ടിട്ടില്ലേ? ചൊറവറ കണ്ടിട്ടില്ലേ? ബബ്ബ അടിച്ചിട്ടില്ല. പക്ഷെ ഒരു സ്ഥലത്തൊക്കെ പോസായിരുന്നു ഞാൻ. എന്ന് വെച്ചാൽ ഒരു ടേം യൂസ് ചെയ്യണമായിരുന്നു, അത് വെറുതെ അനാവശ്യം. ഞാൻ ഉപയോഗിക്കാൻ പോയ ടേം എൻ്റെ കോ ആങ്കർ പറഞ്ഞു അത് ഉപയോഗിക്കേണ്ട, ഇത് വേറൊരു ടേം ഉപയോഗിക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ എഴുതി വെച്ചതും മറന്നു, അവള് പറഞ്ഞതും മറന്നു. അവിടെ ഒരു പോസ് വന്നിരുന്നു, ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ്. ദിസ് ഈസ് വെരി ഡേഞ്ചറസ്. അല്ല ഹൗ നമ്മൾ അതിൽ എങ്ങനെയാണ് തിരിച്ചു വരുന്നത്, ദാറ്റ് ഇസ് ആൻ ആങ്കർ. സോ അങ്ങനെയുള്ള മൊമെന്റ്സ് 2-3 തവണ എൻ്റെ അടുത്ത് ഉണ്ടായിട്ടുണ്ട്. ഇത് ഒള്ളി ആൻഡ് ഒള്ളി ബിക്കോസ് ടൈം അല്ലേ ബ്രോ, അത് നിങ്ങൾ ഇത്ര ഓഡിയൻസ് അല്ല ഒരു പോയിന്റ് എത്തിയപ്പം അല്ല സ്റ്റേജിൽ തന്നെ എല്ലാം ഓക്കെ ആയിരുന്നു. ഞാൻ പിന്നീട് ഞാൻ തന്നെ ഒറ്റയ്ക്ക് 2-3 പ്രാവശ്യം കയറി ഹാൻഡിൽ ചെയ്തു. മുട്ട ലുക്കായിരുന്നു കേട്ടോ, കണ്ടായിരുന്നു. നല്ല ഔട്ട്ഫിറ്റ് ആയിരുന്നു, അടിപൊളി ഔട്ട്ഫിറ്റ് ആയിരുന്നു. ഔട്ട്ഫിറ്റ് മുണ്ടടാ, ബട്ട് ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ്. ഞാൻ സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കോൺഫിഡൻസ് ആവും. എന്നെ കൊണ്ട് പറ്റൂല. വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ഇന്നിയർ ഞാൻ ഇന്നലെയാണ് അതിന്റെ എന്തിനാണെന്നും കാര്യങ്ങൾ ഞാൻ വിചാരിച്ച ഇന്നിയർ സാധനങ്ങളൊക്കെ ഈ ക്രൂസ് മാത്രമേ യൂസ് ചെയ്യൂ. അവിടെ ക്യാമറയിലുള്ള ആളും ഇവിടെ ബാക്കിലിരിക്കുന്ന ആളും ബാക്ക് സ്റ്റേജിലിരിക്കുന്ന ആളും ഇതൊക്കെയാണ് ഡയറക്ടറും ഇവരൊക്കെയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ വിചാരിച്ചു. നമുക്ക് വേണ്ടുന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. എടാ സ്റ്റേജ് ഷോയെ ഫസ്റ്റ് ടൈമാണ്. ഞാനൊരു സ്റ്റേജിൽ എന്തെങ്കിലും വാങ്ങിക്കാനോ കൊടുക്കാനോ കയറിയെന്നല്ലാതെ ഇത്രയും വർഷങ്ങൾ ഞാൻ ഇതുവരെ അഭിനയിച്ചിട്ടില്ല. ഞാൻ അവസാനമായിട്ട് ഇതുപോലെ കയറുന്ന മറ്റേ +2 ഹെഡ് ബോയ്ക്ക് മത്സരിക്കാൻ വേണ്ടി നിന്ന്. അപ്പോൾ അവർ പറഞ്ഞ് മറ്റേ ഇലക്ഷൻ നിൽക്കണമല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ട് കയറി നിൽക്കണം, എന്നിട്ട് സംസാരിക്കണം സ്റ്റുഡൻസിന് മുമ്പിൽ. സ്കൂള് മൊത്തം നമ്മളെന്തോ ചെയ്തു തരും എന്ന് പറയും. നമ്മളിങ്ങനെ നിങ്ങൾക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് അതൊന്നും ചെയ്തരും ഇത് ചെയ്തരും. ഞാൻ മറ്റേ അങ്ങനെ പറയണോ, വോട്ട് പിടിക്കണ്ടേ? അഭിനയിച്ചിട്ടൊന്നുമില്ല, വേദിയിൽ അതൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊന്നും പ്രശ്നമില്ല. ഗ്രൂപ്പ് ആകുമ്പോൾ പ്രശ്നമില്ല. ഒറ്റയ്ക്ക് മൈക്ക് കയറിയെന്ന് പിടിച്ചിട്ട് ഞാൻ പറഞ്ഞേ
മറ്റേ ലാസ്റ്റ് മറ്റേ മമ്മൂട്ടി പറയുന്ന പോലെ പറ്റു വെച്ചാ ഓട്ടയ ആ ലെവല്. ഞങ്ങളുടെ സ്കൂളിലെ LKG തൊട്ട് +2 വരെ ഉണ്ടായിരുന്നു. അപ്പം LKGക്ക് ABCD അത്ര ഡിവിഷൻ. അപ്പം എല്ലാ സെക്ഷനും ഇത്ര ഡിവിഷൻ ഇല്ലേ? ഇത്ര ആൾക്കാരുടെ മുന്നിൽ ഞാൻ പ്ലഡ്ജ് പറയും, എല്ലാ അസംബ്ലിക്ക് ഞാൻ പറയുന്നു. അപ്പം ആ ഒരു പേടിയൊന്നും എനിക്കില്ലായിരുന്നു ആ സമയം തൊട്ട്. എടാ അതൊക്കെ അല്ല ഞാൻ പറയാം, അല്ല അതല്ല, അവിടെ ഒരു ലിമിറ്റഡ് അല്ല അത് പ്രശ്നമില്ല. 20 ഞാൻ പറഞ്ഞു ഇപ്പൊ ആനുവൽ ഡേ ആണെങ്കിലും ഇവിടെ എല്ലാവർക്കും ഒരു ആദ്യം പേടി. പ്രയറൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പ്ലഡ്ജ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ അതൊന്നും സമയത്ത് പ്രശ്നമില്ല. ഒരു വീഡിയോ ഇല്ല. വേറൊരു കാര്യമുണ്ട്, പ്ലഡ്ജ് ചെയ്യുമ്പോൾ ആരും കൂവയൊന്നും ഇല്ല. ഇല്ല ഇവിടെ അത് വരും. അത് ശരിയാ. രണ്ട് കാര്യങ്ങൾ ഒരു ഇതിനും വരും. നമ്മളെ ഇലക്ഷൻ വന്നപ്പോ പിള്ളേര് കൂക്കാൻ നിൽക്കല്ലേ ചെക്കന്മാരെ. അത് നമുക്കറിയാം ആരാണ് കൂവണേ, നമുക്ക് അങ്ങനെ പോയി ഇടിക്കാം. ഇതൊന്നും നടക്കൂല. പക്ഷേ ഞാൻ ആക്ച്വലി സുബിനോളജി ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ അതെനിക്ക് അധികം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഈ ഒരു പ്രശ്നം. ഞാനൊരു പുതിയ ഒരു ആങ്കർ എന്ന നിലയിൽ ഒന്നുമില്ല, ബിക്കോസ് എൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഷോ ആണ്, ഒരു എക്സ്പീരിയൻസും ഇല്ല. അത് TV-ക്കും അറിയാം, അതേപോലെ തന്നെ ഓർഗനൈസിങ് കമ്മിറ്റിക്കും അറിയാം. പക്ഷെ ഒരു കാരണം മാത്രം, സുബിനോളജി എന്നവിടെ കണ്ടപ്പോൾ അവിടെയുള്ള ഇഷ്ടംപോലെ ആൾക്കാർ നമ്മളെ ഫോളോവേഴ്സാണ്, ഷസാമിൻ്റെ ഇഷ്ടംപോലെ ഫാൻസും കൂടിയാണ് എന്നെ സപ്പോർട്ട്. സത്യം പറഞ്ഞാൽ അവിടെ എത്തിയ പാടെ എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, ഷസാം എവിടെ, നൊമാഡിൻ എവിടെ, നിങ്ങളുടെ ടീം എവിടെ, പവർ ഗ്രൂപ്പ് എവിടെ? ഇതൊക്കെയായിരുന്നു ഞാൻ അവിടെ എത്തി. അത് ഭയങ്കര ധൈര്യം എനിക്ക് തന്നു. അത് അങ്ങനെ ഒരു നമ്മുടെ ആ ഒരു ആൾക്കാർ, നമ്മളെ ആ ഒരു സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവിടെ നമ്മുടെ സ്റ്റേജിലുണ്ട്, ഓഡിയൻസിലുണ്ട്. സോ ഒബ്വിയസ്ലി ആ ഒരു സപ്പോർട്ട് അവിടുന്ന് കിട്ടും എന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേജ് കയറുമ്പോൾ ആ ഒരു ധൈര്യം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ആ ഇന്ത്യൻ മൈക്കിൽ പണ്ടായിരം മറ്റേന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ എല്ലാം വിട്ടുപോയി. അല്ല എന്താ നമുക്ക് പാസ് തരാത്തുണ്ടോ? നമുക്ക് വിട്. എന്താ പാസ് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞതല്ലേ ഉള്ളൂ. പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞു പറഞ്ഞിട്ടുണ്ടോ? ഞാൻ 5 ടിക്കറ്റ് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? നീ ആ ദിവസം വിളിച്ചിട്ട് പോലും ഇല്ലല്ലോ. ഞാൻ തലേന്ന് വിളിച്ചു, പ്രിപ്പയർഡ് ആണോ ചോദിച്ചു. അത് ടിക്കറ്റ് ആണോ ചോദിക്കുന്നത്? ടിക്കറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നോട്? ഞാൻ പറഞ്ഞില്ലേ? നിങ്ങൾ അന്ന് പറഞ്ഞ ഞാൻ കേട്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഞാൻ 5 ടിക്കറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്? ഞാൻ ഇത് പറഞ്ഞു. പോഡ്കാസ്റ്റ് ആണോ അതോ സംസാരിച്ചു, ഓർമ്മയുണ്ടോ? 5 ടിക്കറ്റ് നിനക്ക് മാറ്റി തങ്ങൾ വിഷയത്തിൽ അല്ല അന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. പറച്ചില് മാത്രമേ ഉള്ളൂ. ഇല്ലേ? നാളെ അല്ലേ ഡാപ്സിയുടെ പാട്ട്? ഇന്നാ നാളെ? അവൻ എന്റെ സ്റ്റോറി ഇട്ടത്. ഓ എനിക്ക് വയ്യ. ടാപ്സി ഈസ് ബാക്ക് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. അതെ ഇല്ലേ? ബാക്കാവോ? അത് നാളത്തെ ഇറങ്ങാൻ പോകുന്ന പാട്ട് ഒരു ഞാൻ കേട്ടത്. ഊത് ട്രിപ്പ്. ഞാൻ അതിന്റെ ഒരു വീഡിയോ പുള്ളിക്ക് എടുത്തു കൊടുത്തായിരുന്നു. നിങ്ങൾ അവിടെ വെച്ചൊക്കെ പരിചയപ്പെടുന്നത്? ഇല്ലില്ല, അതിന് മുന്നേ. ഞങ്ങൾ അതിന് മുന്നേ ഉണ്ടായി. യാസറിനെയാണ് ഞാൻ ആദ്യം പരിചയപ്പെടുന്നത്. പക്ഷെ എവനെയാണ് ഞാൻ കൂടുതൽ പിടിച്ചത്, ഒരു കുഞ്ഞിനെ നടത്തുന്ന പോലെ. പാലും തന്നായിരുന്നു ഇടയ്ക്ക്. ഇടയ്ക്കിടയ്ക്ക് ഗ്രോസറി മേടിച്ചു കൊടുക്കാൻ. അപ്പൊ സീറ്റിംഗ് അറേഞ്ച്മെന്റ് നമുക്ക് പറഞ്ഞില്ല. എന്തിനാണ് നിന്നെ അവിടെ ആ മൂലയ്ക്കും എന്നെ ഈ മൂലയ്ക്കും ഇരുത്തിയത്? അത് ദുബായ്. ഇത് നമ്മൾ ദുബായ് സൈഡാണ്. ദുബായ് കിഡ്സ് വേഴ്സസ് കേരള. നമ്മുടെ ഈ ദുബായിന്ന് കിഡ്സ് ആയിട്ട് എന്തെങ്കിലും കിഡ്സ് 90s കിഡ്സ് എന്ന് വിളിക്കില്ലേ? 90s കിഡ്സ് എന്ന് പറയാറുണ്ടല്ലോ. അതെന്താ അറിയോ? കിഡ്സ് എന്ന് പറയുന്നത് ജനിച്ച് തുടങ്ങി വളരുന്നത്. ജനിക്കുന്ന ആൾക്കാരല്ലേ കിഡ്സ് എന്ന് വിളിക്കുന്നത്. അത് കുഞ്ഞാൾക്കാരല്ലേ കിഡ്സ് എന്ന് വിളിക്കുന്നത്, ജനിച്ചിട്ടല്ല വളരുന്നത്. നല്ലൊരു സാധനമായിരുന്നു, അത് പോയി. അപ്പൊ എനിക്കറിയാം അവൻ വലിയപ്പാനെ 70s കിഡ്സ് അതായത് ഈ ടീം വെറുതെ പുറത്താവും, ഇന്ന് ഞാൻ പുറത്താക്കും. അപ്പൊ അത് അപ്പുറത്ത് അവർക്ക് ഇവര് ജനിച്ചതും വളർന്നതൊക്കെ ദുബായിലാണ് അല്ലേ? ഞാൻ ജനിച്ചത് നാട്ടിലാണ്, പക്ഷെ കൂടുതൽ ഇവിടെ വരുന്നു. അല്ല ഞാൻ പറഞ്ഞില്ലേ, ഷസാമാണ് ആ കാര്യം അടുത്ത് പറഞ്ഞത്. നമുക്ക് ആ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്, നല്ല കാര്യമാണ്. രണ്ട് എന്ന് വെച്ചാൽ നാട്ടിലുള്ള സ്റ്റൈലും അതേപോലെ ഇവിടുത്തെ സ്റ്റൈലും ഭയങ്കര ഡിഫറെൻ്റ് ആണ്, യാതൊരു സംശയമൊന്നുമില്ല. അത് സ്കൂളിങ്ങിലായാലും വീട്ടിലായാലും ഡിഫറെൻ്റ് ആണ്. ഞാൻ പച്ചക്ക് തെറി വിളിക്കുക നാട്ടിലെ സ്വഭാവമാണെങ്കിൽ അല്ലെങ്കിൽ കട്ട് ചെയ്തോളേ.
എടാ നിനക്ക് അല്ലെങ്കിൽ എന്താ അറിയുന്നത് പറയൂ. എടാ നാട്ടിന്റെ സ്വഭാവം തള്ളക്കി വിളിയെന്നാണോ നീ ആ ഉദ്ദേശിച്ചത്? അതാ നാട്ടുകാരെ അടച്ചാക്ഷേപിക്കരുത്. അതല്ലേ പറഞ്ഞ ഞങ്ങൾ അത്രയും ഡിഫറെന്റ് ആണ്. നമ്മളൊക്കെ വളരെ വളരെ അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ പേരെന്ന് പറഞ്ഞാൽ തെറി, പപ്പടത്തിനടി, ലേസിന് വെള്ളടി. ലേസിനടി, കല്യാണത്തിനടി, ലൈസിനടി, പപ്പടടി, കച്ചമ്പറിനടി, തൈരിനടി, മോരിനടി, പൊറോട്ടക്കടി. അല്ല അത് കോമഡി നല്ലൊരു ടോപ്പിക്കാണ്. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ടോന്ന് അല്ല ഇതൊക്കെ നടന്ന സംഭവങ്ങളല്ലേ, പിന്നെ ഇത് ഉണ്ടോന്ന് നടന്നേ, ചോദിക്കുന്നത്. അതെനിക്കും അറിയാം. സംഭവങ്ങളാ. എന്താ അങ്ങനെ? അതെന്തിനായിരിക്കും അങ്ങനെ? ഭയങ്കര ദേഷ്യം അതെന്താ അറിയോ, കൊല്ലംകാരുടെ ഒരു സ്വഭാവം എന്താ അറിയോ, ഭയങ്കര അഗ്രസീവാ. അതെ. ട്രിവാൻഡ്രം ഞാൻ കൊല്ലം കണ്ട സൈഡ് ഇത്തരം ആൾക്കാരെല്ലാം ഭയങ്കര അഗ്രസീവ് ആണ്. കണ്ണൂർ സൈഡൊക്കെ കുറച്ചുകൂടെ ശാന്തമാണെന്ന് എനിക്ക് ഭയങ്കര തോന്നുന്നു. വെൽക്കമിങ് അവരൊക്കെ, ഭയങ്കര വെൽക്കമിങ്. ഭയങ്കര വെൽക്കമിങ്. ട്രിവാൻഡ്രം ഞാൻ അതുപോലെ കണ്ടിട്ട് ഭയങ്കര അഗ്രസീവ്. അതായത് സംസാര ശൈലിയാണ് അത്. അങ്ങനെയാണ് അത് ശരിയാണ്. നമ്മള് മറ്റേ ഒരു സിനിമ പറയില്ല, എന്റെ ടോൺ ഇങ്ങനെയാണെന്ന് പറയണ പോലെയാണ് നമ്മള്. അത് ഫോർ എക്സാമ്പിൾ ചൂടായില്ലല്ലോ. അത് ഞാൻ ട്രിവാൻഡ്രത്ത് നമ്മുടെ കാർത്തിയുടെ കല്യാണത്തിന് പോയപ്പം ഞാൻ ലുലു മോളിൽ വെച്ചൊരു പയ്യനെ കണ്ട്. അപ്പോൾ അവൻ ഭയങ്കര കാര്യമായിട്ട് വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് ചേട്ടാ ഒരു ഫോട്ടോ എടുത്താട്ടാന്ന് പറഞ്ഞപ്പം ഞാൻ എടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞ് നോക്കിയപ്പോൾ മങ്ങിയിരിക്കണം ഫോട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വല്ല വന്നാടേ, ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ വന്ന് കാണും. അത് അവൻ പറയണെന്ന് പറഞ്ഞാൽ അത് വന്ന് എന്തെങ്കിലും വന്നല്ലോ, ഒന്നും ഇല്ലാത്തതല്ലോ. പക്ഷെ അവൻ്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വന്നല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. പെട്ടെന്ന് വേറൊരാളാണ് അതെന്താ അങ്ങനെ അറിയാം. പക്ഷെ എനിക്കതറിയാം, ബിക്കോസ് നമ്മളെ ഭാഷ എങ്ങനെയാണ്, നമ്മളെ അത് അങ്ങനെയാണ്. അല്ല നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ അതൊരു ഭയങ്കര ഇൻസൾട്ട് പോലെ, ഭയങ്കര ഇൻസൾട്ട്. ഭയങ്കര നമ്മുടെ ഇല്ലേ? അതാണ്. പക്ഷെ എനിക്കതറിയാം, അത് അവന്റെ ഹാപ്പിനെസ് ആണ്. എന്തെങ്കിലും വന്നല്ലോ എന്നാണ് അവൻ ഉദ്ദേശിക്കണത്. പക്ഷെ എല്ലാരും ടോൺ എങ്ങനെ മാറും? മെജോറിറ്റി അങ്ങനെയായിരിക്കും. അല്ല അവിടുത്തെ ഒരു ആൾക്കാരുടെ ഒരു സംസാര ശൈലി അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് ഞാൻ പറയാം, ചിലവര് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവും. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കണ്ണൂർ ഇപ്പോ സ്നേഹത്തോടെയും മറ്റേ മോനെന്ന് വിളിക്കും, ദേഷ്യം വന്നാലും മറ്റേ മോനെന്ന് വിളിക്കും. അതെല്ലായിടത്തും നമ്മുടെ എക്സ്ട്രീം ആണല്ലോ. നല്ല അല്ല ഈ സൈഡിലേക്ക് തെറികൾ കുറവാ. അത് ശരിയാ. മാ പൂ കാതൊക്കെ ഉപയോഗിക്കലും. അല്ല അത് ശരിയാ. മറ്റേ തൊപ്പീരെ ഒരു അടി ഉണ്ടായിരുന്നല്ലോ ഈ റീസെന്റ്. അതിന് മറ്റേ വെറും ഒരു ചീത്തവിളി മാത്രം വിളിച്ചോണ്ടിരുന്ന റിപ്പീറ്റ് മോഡല്. അപ്പൊ എനിക്ക് മനസ്സിലായി ആ സൈഡിലുള്ളവർ അങ്ങനത്തെ എക്സ്ട്രീം തെറികളില്ല. എക്സ്ട്രീം തെറി ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ കണ്ടത് സൗത്ത് സൈഡ് തന്നെയാണ്. നമുക്ക് ആ തമിഴ്നാട് തമിഴ്നാടിന്റെ അടുത്ത് കിടക്കുന്ന അവിടത്തെ ചീത്തയും നമ്മൾ എല്ലാ ഏരിയയും കവർ ചെയ്തു. ഇതും നമ്മൾ എടുക്കുന്നു, ഫുഡും നമ്മൾ എടുക്കുന്നു, അങ്ങനെ നമ്മള് സെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എടാ ഈ അടിയുടെ ബേസ് പറഞ്ഞില്ല, അഗ്രസീവ് മാത്രം. അതുകൊണ്ടാണോ? അത് മാത്രല്ല ബ്രോ, എല്ലായിടത്തും ഉണ്ട്. ഇനി ഇവരുടെ നാട്ടിലാണെങ്കിലും അടി ഇടിയും പിടിയൊക്കെ ഉണ്ട്. കണ്ണൂര് അത് ബോംബും സ്റ്റീരിയോടൈപ്പ് ആട്ടോ. ഇല്ലേ, ഒരു സംശയം വേണ്ട. അല്ല അതൊരു ടൈമിലുണ്ടായിരുന്നു. അല്ല അതൊരു ടൈം, അതേ ടൈമിൽ മൊത്തം ചെറിയ ടൈം. അതായത് ഇവരെ പൊളിറ്റിക്കൽ പാർട്ടീസ് തമ്മിലുള്ള ഫൈറ്റ് അതൊക്കെ എവിടെയാണ് ഇല്ലാത്തത്? ഇപ്പൊ ഇല്ല, ഇപ്പൊ അതില്ലല്ലോ. എല്ലാവർക്കും നിൽക്കുന്നത്. പല കലാപങ്ങളും കേരളം ഒട്ടാകെ നടന്ന ഒരു സമയമുണ്ടായിരുന്നു. അല്ല കാര്യമായിട്ട് ഞാനൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ മറ്റേ എറിയും, KSRTC ബസ്സിന് എറിയും, മറ്റേ ഇതാ. അതല്ല പല കലാപങ്ങളും നടന്നപ്പോൾ ബോംബ് പറഞ്ഞത് ഒരു മാത്രമേ ഉള്ളൂ. അറിഞ്ഞൂടാ, എന്തോ പറയാൻ വന്ന് മറന്നു അറിഞ്ഞൂടാ. തൃശ്ശൂർ പൂരത്തിലായിരിക്കും ബോംബുള്ള. തൃശ്ശൂർ പൂരം ബോംബല്ല, അതാണ് ഉദ്ദേശിച്ചത്. ഗുണ്ട്. നീ ഞാൻ തൃശ്ശൂർ പൂരം. പക്ഷെ ഇവന് തൃശ്ശൂരാൻ്റെ ഒന്നുമില്ല. അതെങ്ങനെ ഇവിടെ തൃശ്ശൂരിന്റെ ആ ടാഗിലുണ്ടല്ലോ, തൃശ്ശൂർ പൂരം. പൂരങ്ങളുടെ വിശേഷങ്ങൾ മാത്രം അവന്റെ തൃശ്ശൂർ. നമ്മളിവിടെ പഠിച്ചു വളർന്ന ആൾക്കാർക്ക് എല്ലാം കമ്മ്യൂണിറ്റി ഈവന്റ്സ് ഉണ്ടല്ലോ. പിന്നെ എനിക്ക് വേറെ കഴിവ് കിട്ടിയ പറഞ്ഞാല് ഇപ്പൊ കണ്ണൂർകാരോട് സംസാരിക്കുമ്പോൾ കണ്ണൂർ സ്ലാങ് വരെ അടിക്കും. ട്രിവാൻഡ്രം കൂടെ കുറച്ചിരുന്ന് കഴിഞ്ഞാൽ ആ സ്ലാങ് എനിക്ക് കിട്ടും. അങ്ങനെ സംസാരിക്കാൻ പറ്റും. പിന്നെ കണ്ണൂർ സ്ലാങ് സംസാരിക്കാൻ നമുക്കെല്ലാവർക്കും അതെന്തോ ഇല്ലപ്പ അങ്ങനെപ്പാ എന്നൊക്കെ പറയുന്ന സാധനമല്ലേ. പോയില്ല. എനിക്കിപ്പോ വരാറില്ല സത്യം പറഞ്ഞു. ജുമാന ഖാന്റെ കൂടെ എപ്പിസോഡ് വന്നിരുന്നു. ഇരിക്കുന്ന ആൾക്കാർ എനിക്ക് ഒട്ടും മനസ്സിലാത്തത് കാസർഗോഡാണ്. എനിക്ക് പറ്റില്ല. നമുക്ക് അധികം ആരുമായിട്ട് നമുക്ക് ഇതില്ല. നമ്മൾക്ക് ഒരു ഫ്രണ്ട്സോ അങ്ങനെ ആരും. അവരെ ഫാഷൻ സെൻസും അവര് മലയാളികളെന്ന് പറയേയില്ല.
അതിന് കശ്മീരി ലുക്കൊക്കെ ഉണ്ട്. ഭയങ്കര കുറച്ചും കൂടെ അവരെവിടെ മിക്സ് ആയി അതിനെക്കാട്ടിലും പട്ടോടി ഫാമിലി അറിയോ? പട്ടോടി ഫാമിലി അറിയോ? No. കേട്ടുണ്ട് പട്ടോടി ഫാമിലി. എന്താണ് പട്ടോടി ഏയ്, family? ഏതാ പട്ടോടി ഫാമിലി? എവിടെ കേട്ടത്? പട്ടോടി എവിടെ നടന്നു പട്ടോടി. മറ്റേ പട്ടോടി പട്ടോടി എവിടെ കേട്ടത്? പാട്ടില്ല പട്ടോടി എവിടെ കേട്ടുണ്ട്? പട്ടോടി അതാണ് പട്ടോടി. പട്ടോടി ക്രിക്കറ്റ് പാട്ട് കണ്ടു ഓടി. പട്ടോടിക്ക് ക്രിക്കറ്റ് ടീമുണ്ട്. പട്ടോടി ക്രിക്കറ്റ് ഫാമിലിയാ. അല്ല ക്രിക്കറ്റ് ഫാമിലി ഒക്കെ ഉണ്ട്. അത് കേട്ടുണ്ട് പട്ടോടി ടീം. ശരിക്കും അറിയല്ലേ? ഇനി പറഞ്ഞോ. സൈഫ് അലി ഖാന്റെ ഫാമിലി സൈഫ് അലി ഖാന്റെ ഫാമിലി പട്ടോടി ഫാമിലി അല്ലേ? അപ്പൊ ഞാൻ തെറ്റിയാ? പട്ടോടി നിങ്ങൾ പറയുന്ന പകുതിയും തെറ്റാന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. BYD ഏത് കമ്പനിയാ, ഏത് രാജ്യത്തിൽ നിന്ന് വന്നതാ? BYD ചൈന. 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 അന്ന് എന്തോ പറഞ്ഞത് അവിടെ ഇരുന്ന്? ചെക്ക് എവിടുന്നാ? BYD ഏത് കമ്പനിയാണെന്ന് ചെക്ക് ചെയ്ത് ഫസ്റ്റ്. ഏത് കമ്പനിയാന്നല്ല, നിങ്ങൾ പറയൂ ഗൈസ്, നിങ്ങൾ കമന്റ് ബോക്സിൽ പറയൂ. എനിക്ക് ചൈന നിങ്ങൾ പറയും UK എന്നോ? യെസ്, UK എന്നുള്ളൊരു ബ്രാൻഡാണ്. നീ നോക്കിക്കോടാ. ഒന്നെങ്കിൽ അവര് മേടിച്ചാണ്. ചെയ്യാറുണ്ട് അങ്ങനെ. ചൈന ചെയ്യാറുണ്ട്. ഫൗണ്ടേഴ്സ് ചിലപ്പോ UK ആയിരിക്കും. ഇപ്പം മോട്ടോറോള ഇപ്പൊ ചൈനയാണ്. അത് പറഞ്ഞിട്ട് മനസ്സിലായോ? പണ്ട് അമേരിക്കൻ ബ്രാൻഡ് ആയിരുന്നു. UK brand. അല്ല അങ്ങനെ മോട്ടോറോള അമേരിക്കൻ ബ്രാൻഡ് ആയിരുന്നു. ഞാൻ ഇപ്പൊ ചൈന മേടിച്ച് ലെനോവോ. എടാ പട്ടോടി ഫാമിലി അല്ല പുള്ളി പറഞ്ഞത് UK ആയിരുന്നു, ചൈനക്ക് വിറ്റു. അതാ പറഞ്ഞത്. ആരാണ് പറഞ്ഞത്? അങ്ങനെ വരും. അല്ലേ? പക്ഷെ ഇപ്പൊ ചൈനയിലാണ് BYD ചൈനയിലാണ് എവറിത്തിങ്. അല്ല ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാർ ബ്രാൻഡ് തുടങ്ങുകയാണെങ്കിൽ ചൈനയിൽ പോവാ. പട്ടോടി ഫാമിലി, സൈഫ് അലി ഖാൻ. BYD നോക്ക്. അല്ല ഈ പട്ടോടി ഫാമിലി ഇപ്പൊ എവിടെ നിന്ന്? BYD കാസർഗോഡ് പോയിരുന്നപ്പോ അല്ല ആ ലുക്ക്, സൈഫ് അലി ഖാന്റെ റെഡ് ബിസിനസ്സും ഇതൊക്കെ ഇല്ല, അതൊക്കെ കാസർഗോഡ്. പക്ഷെ ഫാഷൻ ഒരു രക്ഷയില്ല. നിനക്ക് മര്യാദയ്ക്ക് എടുത്തൂടെ? എവിടെ? അവിടുത്തെ BYD അന്ന് ഇവൻ കാണിച്ച നാളെ കാസർഗോഡ് പോയിട്ട് നാട്ടിൽ പോയല്ലേ, നാട്ടിൽ പോയിട്ട് നോക്കാം. നമുക്ക് കൊടുക്കാടാ വന്ന ഡ്രസ്സ്, മറ്റേ വലിയ ബെൽ ബോട്ടും. നിങ്ങൾ എടുത്തോ, ഞാൻ എടുക്കുന്നില്ല. പഴയ ജേനെ പോലെ നടക്കാം. കുഴപ്പമില്ല. എനിക്ക് വലിയ പ്രേംനിഷിയറായ ഫാഷൻ സെൻസ് ഒന്നുമില്ല. അപ്പൊ എന്റെ രീതിയിലുള്ള സെൻസ് അവന് കൊണ്ടതെന്ന് പറഞ്ഞത്. അവനക്ക് ഫാഷൻ ഇവനാണ് കൂട്ടി പോണെന്ന് വെച്ചില്ല ഫാഷൻ ഡ്രസ് എടുക്കാൻ. ഇതാണ് അവന്റെ ഫാഷൻ സെൻസ്. ഗൈസ് ഇവന്റെ ഫാഷൻ സെൻസ് കിട്ടില്ലാണെന്ന് ഒന്ന് പറയണേ. റേറ്റ് ചെയ്യൂ ഗൈസ്. അല്ലേ റേറ്റ് ചെയ്യണ്ട, എനിക്കറിയാം. ഞാൻ ഓക്കെയാണ് എന്റെ കോസ്റ്റ്യൂമിലും ഔട്ട്ഫിറ്റിലും. അത് കുറച്ച് ടൈം വേണം എനിക്ക്. ഹലോ ബ്രോ, Topic BYD കുറച്ചു നേരം BYD 3 അക്ഷരമേ ഉള്ളൂ. അത് ബിയോണ്ട് യുവർ ഡ്രീംസ്. ബിൽഡ് അതുവരെ ഫോട്ടോ തന്നെ പറയുന്നത്. ബിൽഡ് യുവർ ഡ്രീംസ്. UK അല്ല ബ്രോ, ചൈനയാണ് ബ്രോ. അത് പോട്ടെ, നമുക്ക് BYD വിടാം. ഞാൻ അതാ പുള്ളിയുടെ കൺഫർമേഷൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തത്. അത് ചൈനയാണ്. നമുക്ക് BYD വിടാം, GTR പിടിക്കാം. UK ആണ്. GTR. ചൈന. BYD വിടാം, GTR പിടിക്കാം. GTR പിടിക്കും. പറയൂ, കാറിനെ പറ്റി പറയൂ. കാറിനെ പറ്റി 2 കാറുണ്ട്, മൂന്നാമത്തത് വരാൻ പോണു. മൂന്നാമത്തെ വരാൻ പോകുന്നു സ്കൈലൈൻ. അത് സ്കൈലൈൻ. എടാ മറ്റേ GTR സാധാ 35 അത് എനിക്ക് വലിയ അതിന് ഒരു ഇതില്ല, ഒരു ഇത് നമുക്കൊരു അറ്റാച്ച്മെന്റ് തോന്നുന്നില്ല. മേടിക്കാനാണ് അതല്ല, നടക്കുന്നത്. ഇമോഷണൽ കണക്ഷൻ തോന്നുന്നില്ല. മറ്റേത് എന്തോ പണ്ടേ മുതലേ ഒരു ആഗ്രഹമുള്ള അത് ഇതൊക്കെ പെട്ടെന്ന് കിട്ടും ഇവിടെ. 3 എണ്ണം. ആ 2 ഓൾറെഡി ഉണ്ട്, അതിൽ ഒരെണ്ണം ഓട്ടോമാറ്റിക് ആക്കാൻ പോണു. ഓട്ടോമാറ്റിക് റിസർവ് ബാങ്ക് 3 പുതിയായിട്ട് ചെയ്യാൻ പോകുന്നത്. കറക്റ്റ് തന്നെ. ഇപ്പൊ തന്നെ പുതിയായിട്ട് അതല്ല, കഴിഞ്ഞ ആഴ്ച ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഒരാള് വിറ്റത് നീയല്ലേ എനിക്ക് അയച്ചത് 2 മില്യൺ. 1.5 മില്യൺ. അത് ഇവിടെ ഉണ്ട് ഫസ്റ്റ് മോട്ടോഴ്സ് അല്ലേ? അവന്റെ ഒരു അത് M-spec. 3 to 4 മില്യൺ സാധനമാണ് വണ്ടികൾ അവന്റെ. ഫ്രം ദ സ്ക്രാച്ച് ആണ് കേട്ടോ ആ കാർ മൊത്തം ചെയ്തത്. ഇവന്റെ ഒരു പർപ്പിൾ കാർ ഉണ്ട്, നിങ്ങൾ അവന്റെ യാസന്റെ ഇൻസ്റ്റാഗ്രാമിൽ ബിൽഡ് ചെയ്ത. അതെ അതെ, ഫ്രം ബോഡിന്ന് മറ്റേ എഞ്ചിൻ കൊണ്ടുവന്ന് മറ്റേത് കൊണ്ടുവന്ന് ജപ്പാനിൽ വരെ പോയി അതിന്റെ കുറെ സാധനങ്ങൾ മേടിച്ചിട്ടൊക്കെ ആ ലെവലിൽ ഓഫ് ഇതാണ്. അതെ, എത്രയായി? എത്രയായി അറിയില്ല, ശരിക്കും എനിക്കറിയില്ല. ഇവ ഇങ്ങനെ 500-10 കൊണ്ട് കൊടുക്കുമെന്ന്. ആയിരിക്കും. അല്ല, ചില കേസുകൾ അങ്ങനെ ആയിരിക്കും. ഒരു B60 അല്ലെ പോട്ടെ, ഒരാൾക്ക് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ ഒരു പ്രോസസ്? വണ്ടി കൊണ്ടുവരാൻ നല്ല വണ്ടി കിട്ടും. ഓൾറെഡി GTR ആയിട്ടുള്ള GTR കിട്ടും, ക്ലീൻ ആയിട്ടുള്ള. അത് 4 ലക്ഷം ദിറംസ് 5 ലക്ഷം ദിറംസ് ക്ലീൻ ആയിട്ടുള്ളത്. എത്ര മറ്റേ ഒരുപാട് കിലോമീറ്റർ ഓടിയ 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയതൊക്കെ കിട്ടും. 4 ലക്ഷം ദിറത്തിന് 4-5 ലക്ഷം ദിറംസ് സ്റ്റാർട്ടിങ്. അത് 2.5 മില്യൺ 3 മില്യൺ വരെ പോകും, 3-4 മില്യൺ വരെ പോകുന്ന സാധനം. ഓടാത്ത വണ്ടികൾ അല്ല, ഓടി തന്നെ, പക്ഷെ അതിൽ കുറെ റേഞ്ച് ഉണ്ട്, സ്പെക്. ഇതൊക്കെ ബേസ് സ്പെക് പറയുന്നത്. ഇതിന് പല ടൈപ്പ് ഉണ്ട് ഈ എഞ്ചിൻ. V-spec 1, V-spec 2, അതുപോലെ M-spec ആണ് ഏറ്റവും റേറ്റ് കൂടിയത്. M-spec ആണ് ഞാൻ അന്ന് സ്റ്റോറി ഇട്ടത് 1.6 മില്യൺ. 34 വയസ്സുള്ള രൂപയുടെ രീതി ആലോചിക്കരുത്. 33 4 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
എന്തോന്നാണ് ആലോചിച്ചത്? അവരാ നമുക്ക് രണ്ടുപേർക്ക് നമുക്ക് വേറെ case അറിയോ? ദുബായ്ക്കാരനായി എനിക്ക് വേറെ 25 case അറിയോ? വയസ്സ് ഈ സൈഡിൽ രണ്ടുപേർക്ക് കാറില്ല, അവിടെ രണ്ടുപേർക്ക് കാറുകളേ ഉള്ളൂ. പിന്നെ 3 GTR വരാൻ പോണ്, ഒരു ടൊയോട്ട 86 ഉണ്ട്, പിന്നെ പിന്നില്ല പിന്നെ 4 വണ്ടി. 4 വണ്ടി. അവിടെ ഇരിക്കുന്ന ആൾക്ക് കൗണ്ടേ ഇല്ല, ഓരോ ദിവസം ഓരോ കാറാണ്. എന്നെ പണ്ട് ഇവിടെ വിളിക്കാൻ വരുമ്പോൾ ആദ്യം വന്നപ്പോൾ ഏതായിരുന്നു? BMW അല്ല, ഇത് പോർഷ് പനമേര. അളിയന്റെ വണ്ടിയാണ്, കുഴപ്പമില്ല. പോർഷ് പനമേര. അതിനുശേഷം BMW ഒരു പച്ച കളർ 6 സീരീസാ, 5 സീരീസ് 525 ജെറ്റോർ ജെറ്റൂർ T2 ചൈന. പോളി അത് പൊളി വണ്ടിയാണ്, പോളി. അത് അടിപൊളി, നല്ല കംഫർട്ട് അല്ല. നല്ലുണ്ട്. പിന്നെ ഒരു ഇൻഫിനിറ്റി ആ പ്രൈസിന് ആ വണ്ടി ഭയങ്കര വർത്ത. ഫാമിലി കാർ. ഇനി ഉണ്ടൊരെണ്ണം സീറ്റ് ഉണ്ട്, ഇപ്പൊ കൊടുക്കും, ബെൻസ്. അതിനെ കൊടുക്കും, അത് വിൽക്കാനൊക്കെ. അപ്പൊ പുതിയ എന്തോ വരുന്നു. ഇല്ല, ഇല്ല, ഇല്ല. ആ, വരുന്നു വരുന്നു. ഇല്ല, അത്ര പറഞ്ഞോ? ആവശ്യമില്ല. ജെറ്റൂർ കട തീർക്കണ്ടേ? അതൊക്കെ എന്താന്ന് അതൊക്കെ വീഡിയോ ചെയ്ത് തീർക്കണം നമുക്ക്. ആണല്ലേ, നമുക്ക് എടുക്കണ്ടേ കാറ് ലൈസൻസ്, എടുക്കാം. സമയത്തിന് വരാം. നിങ്ങൾ വിചാരിക്കുന്ന വണ്ടി ഇല്ലാത്തോണ്ടാ ഇപ്പൊ സമയത്ത് എത്താത്തത്. അല്ല അത് വന്നോളും വരും. നെട്ടിക്കൂ. നിന്റെ ആഗ്രഹം എന്താ കാർ എടുക്കുകയാണെങ്കിൽ? എനിക്ക് ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളു. അല്ല, മറ്റേ വലുതല്ല, ആ ചെറിയ ആഗ്രഹം പറ്റണത് എന്താണ്? എനിക്ക് ലൈസൻസ് കിട്ടി, എനിക്ക് മസ്താങ് ഏത് ഇഷ്ടം. കാർ എടുക്കും? എനിക്കൊരു ചലഞ്ചറോ അങ്ങനെയുള്ള കുഞ്ഞു വണ്ടി, എഞ്ചിൻ പണി വരുന്ന വണ്ടികളോ? വലിയ അമേരിക്കൻ വണ്ടികൾ ഇല്ലേ? എഞ്ചിൻ മണി വരും. ഞാൻ കേട്ടിട്ടുള്ള കാര്യമാ ഇവിടെ എടുത്തിട്ടുള്ള. മസിൽ കാസ് പൊതുവെ എനിക്കത് എടുത്തിട്ട് ആയുഷ്കാലം ഓടിക്കാനല്ല. എനിക്ക് ഇവിടെ വരാനാണ് 10, 30,000, 40,000 നമുക്ക് കൊടുത്ത വണ്ടി 25,000 നമുക്ക് കൊടുത്താൽ കിട്ടും. എനിക്ക് കുറച്ച് കാലം ഓടിക്കാനാ. എത്ര എനിക്ക് കണക്ക് കിട്ടില്ല. 20,000 30,000 നമുക്ക് കൊടുത്താൽ കിട്ടും. 20,000 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. Starting നല്ല ഉണ്ട്. വണ്ടിയുണ്ട്. ആ. ഏത്? മസ്താങ് ചലഞ്ചർ ചലഞ്ചറൊക്കെ ഉണ്ട്. പഴയ അത് മോഡൽ. ഭയങ്കര ഓടിയതായിരിക്കില്ലേ? കുറച്ച് മസിൽ കാസ് പൊതുവെ റേറ്റ് കുറവാണ്. അങ്ങനെയാണ്. പക്ഷെ അല്ല, ഞാൻ പറഞ്ഞ കുറച്ച് നല്ല വണ്ടി ഏതായിരിക്കും? നല്ല വണ്ടി എടുക്കണമെങ്കിൽ എനിക്കൊരു ഇത് ഗോൾഫ് GT ആയിട്ട് എടുക്കണമെന്നുണ്ട്. GTR. അത് അതന്നെ എടുത്തൂടെ. എന്തിനാ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? അതെടുക്കാൻ ഫ്രഷ് എടുക്കണം. അത് അത്യാവശ്യം നല്ല ഫ്രഷ് ഒന്നും എടുക്കണ്ട, അതെ, കുറച്ച് ഓടി എടുത്തത്. ഇവിടെ എനിക്ക് ഇതിന് കിട്ടുമല്ലോ നമുക്ക് ലോണിന് ചെറിയ പൈസ കിട്ടും. ദുബായിൽ വന്നിട്ട് എനിക്ക് മനസ്സിലായ കാര്യം ഫ്രഷ് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു ആവശ്യമില്ല. അല്ല, പക്ഷെ ഞാൻ കാര്യം പറയട്ടെ, Fresh ഫ്രഷ് എടുക്കുന്ന- എടുക്കാനാണെങ്കിലും ഇവിടെ നല്ല ലോൺ സപ്പോർട്ട്, ബാങ്കൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. നമുക്ക് ഇല്ല, ചെറിയ പൈസ വരുള്ളൂ. 20% ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ പിന്നെ പേയ്മെന്റ് ഇല്ലാണ്ട് കിട്ടുന്നുണ്ട് ഇപ്പൊ. അതിനൊക്കെ നല്ല സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അല്ല, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇല്ലാണ്ട് തന്നെ ചെറിയ ഇതിൽ 20% ഓഫ് ദ ടോട്ടൽ കാറിന്റെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എത്ര വർഷം? അതില്ലാണ്ട് അത് 6 വർഷം 7 വർഷം 5 വർഷം അത് നമ്മുടെ ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് പോലെയാണ്. നമ്മുടെ ഒരു നമുക്ക് എത്ര മാസം ഇവിടെ എന്നുള്ള പൈസ അടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്യൂ. CC ചെയ്യൂ. അങ്ങനെയൊന്നുമല്ല, ഉണ്ടോ? അങ്ങനെയൊന്നുമല്ല, ഉണ്ട്, നാട്ടിലുണ്ട്. അതിനുണ്ട്. ഇപ്പൊ കമ്പനീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിനായിട്ട്. മേടിച്ചിരാൻ കാശ് മേടിച്ചിരാനുള്ള. എന്നാ ഒരു ഗോൾഫ് GT ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിൽ പോളോ ഭയങ്കര ഏത് ഇഷ്ടമാണ്. എനിക്കൊരു White. ലൈക്ക് വൈറ്റ് ഒന്നും വേണ്ട. എനിക്കൊരു ബ്ലാക്ക്, എപ്പോഴും ക്ലാസ് ബ്ലാക്ക്, നല്ല അലോയ്സ് ഒക്കെ ഇട്ട്. എനിക്കിന്ന് ബ്ലാക്ക് എനിക്ക് നൊമാഡി നല്ല ലോഗോ ഒക്കെ സൈഡിൽ ആൾക്കാർ അറിയണം. എനിക്കും നൊമാഡി ബ്ലാക്ക് ഇഷ്ടമല്ലേ? നിന്റെ മറ്റേ കാറാ? അത് ആ കാറിന് ബ്ലാക്കേ ചേരുന്നുള്ളൂ, വേറെ കളേഴ്സ് ഒക്കെ. ബ്ലാക്ക് ചേരുന്നുണ്ട്, ഞാൻ ബ്ലാക്ക് ഇട്ടതാണ്. ആക്ച്വൽ GTR അല്ലല്ലോ, GTT അല്ലേ, അതുകൊണ്ടാണ്. അത് GT വണ്ടിയാണ്. അല്ലല്ല, അത് കൊണ്ടാ GT എടുക്കണമെന്ന് മനസ്സിലായോ? അല്ല, അത് GTT ആയതുകൊണ്ടാണ് ഞാൻ അത് ബ്ലാക്ക് അത് ആക്കി. തന്നെ, അത് കൊണ്ടു കഴിഞ്ഞാൽ GTR GT എടുക്കണോ? look തുരുമ്പാന്ന്. അല്ല, അത് സ്ക്രാപ്പ്. അതില് വേറെ കളറുകൾ തന്നെ നൈസ് ആയിരിക്കില്ലേ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ഒത്തിരി നീളം കൂടിയ വണ്ടിയല്ലേ, 4 ഡോർ. അവർ ഇട്ട് തരും ഓരോ സംസാരിപ്പിച്ചോ. ഓരോ TT-യുടെ കാര്യം എന്റെ TT-ന്റെ വണ്ടിയൊക്കെ അത് കുഴപ്പമില്ല, അവർ കേട്ടോണ്ട്. ചീറ്റ് അടിച്ചടാ, അവൻ പറഞ്ഞോട്ട്. നൊമാഡിയ പുതിയ ഐഫോൺ ഐഫോൺ എടുക്കണം. എനിക്ക് 17 ഇനി വേണ്ട. കാരണം എനിക്ക് ഇത് മതി. ഞാൻ വിചാരിച്ചെന്താ അറിയോ, അല്ല, ഇവിടെ ഒന്ന് ഞാൻ റിവ്യൂവർ ആണ്, അതുകൊണ്ട് എടുക്കുന്നത്. പക്ഷെ നിങ്ങളൊക്കെ ഐഫോണിലാണ് കോണ്ടന്റ് എടുക്കുന്നത്. അല്ല, എനിക്ക് 14 നീ എസ്പെഷ്യലി അതിലെനിക്ക് നല്ല സേഫ് ആണ്, നല്ല രസമുണ്ട്. എനിക്ക് അല്ല, അവന്റെ അല്ല പക്ഷെ 14 Pro ഇപ്പൊ അവനും 14 Pro Max നല്ല എല്ലാവരും 14 Pro ആണ്. 14 Pro Max നിങ്ങൾ പറഞ്ഞു പറഞ്ഞ 14 Pro ആണ് നല്ലത്. ഞാൻ യൂസ് ചെയ്തില്ല. അത് എന്തുകൊണ്ടാന്ന് വിചാരിച്ചാൽ, ഞാൻ ആ സമയത്ത് ഈ 15ഉം 16ഉം ഇറങ്ങിയ സമയത്ത് ഇർഫാൻ എൻ്റെ കൂട്ടുകാരനില്ലേ, അവൻ ഇതിന് ഭയങ്കര ക്രേസാണ്. കോണ്ടന്റ്സ് അവൻ്റെ എല്ലാം ക്യാമറാസിലും ഫോണിലാണ്, അവനെല്ലാം അവിടെ യാത്ര ചെയ്യുമ്പോൾ എടുക്കുന്നത്. അപ്പോൾ അവനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഏറ്റവും ബെസ്റ്റ് അൺടിൽ ഡേറ്റ് 14 Pro. യെസ്. ബൈ. എന്നിട്ടാണ് ഞാൻ അവനോട് അല്ല, പറഞ്ഞത്. ഇവന്റെ ഒരു കാര്യം വേറെ കാര്യം അടിപൊളിയാന്ന് അറിയോ, പോർട്രേറ്റ് എടുക്കുന്നുണ്ട് അവൻ ആ ഫോണിൽ. അത് വേറെ ലെവലാ. അതെ അതെ. അത് ആ ഫോണിൽ മാത്രം അതിൽ കിട്ടുന്നുള്ളൂ. മാത്രമോ? അതിന് 14 Pro ഞങ്ങളുടെ വേറെ എല്ലാ കാര്യം പറയട്ടെ, ഇതില് ഫോക്കസ് ഇഷ്യൂ ഇല്ല. ഫോക്കസ് ആ, ഇഷ്യൂ yes. കറക്റ്റ്. ഫോക്കസ് ഇഷ്യൂ ഒരുപാട് പേര് കേട്ടിട്ടുണ്ട്, ഞാൻ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ പക്ഷേ 14 Pro Max അതില്ല. പക്കയാണ്, ഈസിയാണ്.
തന്നെ ഓട്ടോ ഫോക്കസ് അല്ല പക്ഷേ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം നിനക്കത് ഫീൽ ചെയ്തിട്ടുണ്ടോ? വലിയ ഓട്ടോ ഫോക്കസ് പ്രശ്നമില്ല. ഇപ്പോഴത്തെ ഫോണിൽ ഓട്ടോ ഫോക്കസ് ഉണ്ടല്ലോ. ഉണ്ട് പക്ഷേ ആ വിഷയമാണ്. കാരണം 16 Pro ആണ് സനി ബ്രോ യൂസ് ചെയ്യുന്നത്. അതില് ഫോക്കസ് ഔട്ട് ഇടയ്ക്ക് ഫോക്കസ് ഔട്ട് ആണ്. പിന്നെ 15 16 Pro എനിക്കറിയാം ഫോട്ടോ എടുക്കാനേ പറ്റില്ല, എപ്പോഴും ഔട്ടാ. എനിക്ക് മടുത്തു. എനിക്ക് 15 Pro ഒന്നുമില്ല, ഫോട്ടോസ് നോക്കിയാൽ മതി. ലൈക്ക് അത്രയും ക്വാളിറ്റിയാണ് പോർട്രേറ്റ് എടുക്കാൻ. അത് പിന്നെ എടുത്തു. ഞാൻ റിച്ച് കോൺട്രാസ്റ്റ് ഓപ്ഷൻ ഞാനത് ഇട്ടിട്ടാണ് എടുക്കുന്നത്. കിട്ടില്ല റിച്ച് കോൺട്രാസ്റ്റ് ഓപ്ഷൻ സെറ്റിംഗ്സിൽ റിച്ച് കോൺട്രാസ്റ്റ് ഇട്ടേക്കുന്നത്. മറ്റേ വിവിഡല്ല, വിവിഡല്ല, റിച്ച് കോൺട്രാസ്റ്റ് ഇട്ടേക്കുന്നത്. അതിനകത്ത് ഫോട്ടോ എടുക്കണം, പട്ടക്ക. അപ്പൊ അത് ഇപ്പൊ പുതിയ ഐഫോണിൽ അത് എടുത്താ പോരെ? അതില്ലല്ലോ. അതുണ്ടോ പുതിയ? പിന്നെന്താ? എനിക്കല്ല, ഞാൻ കണ്ടില്ല. അതെന്താടാ 14 Proയിനും വേണ്ടി മാത്രം റിച്ച് കോൺട്രാസ്റ്റ്? ഒരു കാര്യം ചെയ്യും, നമുക്ക് ഇന്ന് 17ലും 14 Pro Maxൽ ഫോട്ടോ എടുക്കാം. നമുക്ക് നോക്കാം. അല്ല ബട്ട് ഇപ്പോഴും വീഡിയോ ഇപ്പോഴും ഏറ്റവും ബെസ്റ്റ് 17 Pro തന്നെ. അത് വീഡിയോ മറ്റേ ലോഗ് ഫോർമാറ്റും ഉണ്ടല്ലോ 16 പക്ഷെ അത് ഞാൻ പറയാം, അത് ഈ അതൊക്കെ 16 മുതൽ സ്റ്റാർട്ട് ചെയ്യും. ചിലര് പറയാം. ഞാൻ ഇപ്പൊ പ്രോ എടുക്കുന്നത് ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രോ എടുക്കുന്നെങ്കിൽ നിങ്ങൾ ലോഗൊക്കെ ഇട്ട് മറ്റേ പ്രോറസ് ആപ്പിൾ പ്രോറസിലൊക്കെ ഇട്ട് അല്ലെങ്കിൽ പ്രോറസ് ലോ ഒക്കെ ഇട്ട് കളർ ഗ്രേഡ് ചെയ്ത് നോക്കി, ഭയങ്കര ഡെഫിനിഷനാ, ഭയങ്കര ഡെപ്ത്. അത് കളർ അറിയത്തില്ല. എനിക്കറിയാം. ഇവൻ അടിപൊളിയായിട്ട് ചെയ്യും. നമ്മള് ചുമ്മാ ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചത്. ഫിൽറ്റർ നീ യൂട്യൂബ് നോക്കി പഠിച്ചത് നമ്മുടെ ഇവനെ പോലെ ലോക്കേര സിനിമാറ്റോഗ്രാഫർ. യൂട്യൂബ് നോക്കി പഠിച്ചത്. അവന്റെ ഇന്റർവ്യൂലുണ്ടായിരുന്നു പറയുന്നുണ്ട്. ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ച കളർ ഗ്രേഡിങ്. നിമിഷ് രവി. ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് ബേസിക് മാത്രം പഠിച്ചത്. ഇപ്പൊ യൂട്യൂബ് നോക്കി ഒരുപാട് പേര് എല്ലാം പഠിക്കുന്നുണ്ട്. എഡിറ്റിംഗ് ഒക്കെ ഭയങ്കര എളുപ്പമാണ്. ഞാൻ ഡാവിഞ്ചി എന്ന സോഫ്റ്റ്വെയർ പഠിച്ചത് തന്നെ ഫുൾ യൂട്യൂബ്. ചിലവരൊക്കെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയാറുണ്ട് യൂട്യൂബ് നോക്കി കുറെ സാധനങ്ങൾ. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് CapCut. നിങ്ങൾ എഡിറ്റ് ചെയ്യാറുണ്ടായിരുന്നോ? എപ്പം? നിന്റെ വിഷയം എന്താ? സുരേഷ് ഗോപിയാണ് ഉത്തരം പറയുന്നത്. അറിയാം, അത് പറഞ്ഞാൽ ഫൈനൽ കട്ട് പ്രോന്ന് ഈ ഒരു കൊച്ചു കുട്ടിക്കാരെ അറിയാം. ചുമ്മാ ചോദിക്കണ്ടേ, നമുക്ക് എന്തെങ്കിലും വാദിക്കണ്ട, അങ്ങോട്ട് ടോപ്പിക്ക് വേണ്ടേ? നമ്മുടെ ഇപ്പം വേറെ കോമഡിയെ തിരിച്ചിങ്ങോട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എവനോട് ഞാൻ എന്തിനു ചോദിക്കണം? നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിൽ ജെന്റിൽ മോസ്റ്റർ ഏത് സ്ഥലത്തു നിന്നാണ് വന്നത്? കൊറിയൻ ആണ്? ഏഷ്യനല്ല, കൊറിയൻ ആണ്. കൊറിയൻ ആണ്. ജെന്റിൽ മോസ്റ്റർ ഏഷ്യയിലുള്ള സ്ഥലമാണ് കൊറിയ. പക്ഷെ കൊറിയൻ ആണ്. ഏത് കൊറിയ? സൗത്ത് കൊറിയ. ഞാൻ പറഞ്ഞ ഇത് ഞാൻ 4 പ്രാവശ്യം പഠിപ്പിച്ചതാണ്. നോർത്ത് കൊറിയക്കാർക്ക് കണ്ണാടി എന്താണെന്ന് അറിയാം. ഒരു ഹെയർ സ്റ്റൈൽ, ഒരു കണ്ണട, ഒരു കളർ. ജെന്റിൽ മോൺസ്റ്റർ എന്നൊരു സാധനം ഞാൻ തോന്നുന്നു ഇപ്പോഴും പലവർക്കും അറിയില്ല. ജസ്റ്റ് ഇത് പതുക്കെ ആ സെഗ്മെന്റ് നമുക്ക് ആ ഒരു സെൻട്രൽ ഏഷ്യയിലോ ആ ഒരു ഏഷ്യൻ സൈഡിൽ ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ബിക്കോസ് നമ്മുടെ ഏഷ്യൻ ഫേഷ്യൽ ഫീച്ചേഴ്സിനുള്ളൂ. ബാക്കിയുള്ള എല്ലാം നിങ്ങൾ അമേരിക്കൻ. ഞാൻ ആദ്യം കാണുന്നത് സുബിനോളജിയിലെ കണ്ണിലാണ്, അതിനുശേഷം കാണുന്നത് ഖാലിദിന്റെ കണ്ണിലാണ്. യെസ്, അതിൽ സുബിനോളജി പറഞ്ഞ പോലെ ആയപ്പല്ലോ എന്നെ ആദ്യം ഫോളോ ചെയ്യുന്നത് ഖാലിദാണ്, രണ്ടാമത് ഫോളോ ചെയ്യുന്നത് ആരാണ്? ഇർഫാനാണ്. എന്നെ ഫോളോ ചെയ്യുന്നവരെല്ലാം ടോപ്പ് മോസ്റ്റ് ആൾക്കാരാണ്. സെലിബ്രിറ്റികൾ ഒഴിച്ച് ബാക്കി എല്ലാവരും എന്നെ ഫോളോ ചെയ്യാൻ മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ദിലീപ്. അല്ലെ സെലിബ്രിറ്റീസും പതുക്കെ നിങ്ങളെ മനസ്സിലാക്കുന്നുള്ളൂ, നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യുന്നു. ബിക്കോസ് ഇന്നലെ ദീപ്തി സത്യയുടെ നമ്മൾ ഇരിക്കുമ്പോൾ പുള്ളിക്ക് പവിത്രനെ അറിയാം. അവർ സംസാരിക്കുമ്പോൾ എന്നെ പരിചയപ്പെടുത്തി, സുബിനാണ് അല്ലെ എവിടെയോ കണ്ടുപരിച്ചിട്ടുണ്ട്. ഷോ ചെയ്യുന്നുണ്ട്. യെസ്, ഐ വാച്ച് ദാറ്റ് ഷോ. ഷാൻ റഹ്മാൻ ഹാസ് വാച്ച് സൊറബറ. സോ അത്രയും ആൾക്കാർ ഓൾറെഡി നമ്മുടെ ഷോ എനിക്കറിയോ വീഡിയോ കാണുന്ന സെലിബ്രിറ്റീസ് ഉണ്ടാവും, പക്ഷെ അവരൊന്നും ലൈക്കോ കമന്റോ ചെയ്യില്ല. ഇന്നലെ ലൈക്ക് അടിച്ചാലെന്നറിയോ? വിനു മോഹന്റെ വൈഫ് മോഹൻലാലിന്റെ എനിക്കറിയില്ല അതാരാ. വിനു മോഹന്റെ വൈഫ് ലൈക്ക് അടിച്ചിട്ട് പോയി. ദുബായ് കിഡ്സ് അറിയില്ല. അതാ പറഞ്ഞ. പക്ഷെ എല്ലാവരുടെ സാധനവും ഇപ്പൊ 1 മില്യൺ ഒക്കെ കേറുന്ന വീഡിയോസിലൊക്കെ ആ മില്യണില് ആരും കാണും. ആ 1,500,000 എന്നെ ഫോളോ ചെയ്യുന്ന ആകെയുള്ള നൂറിൻ ഷെരീഫും പിന്നെ പുള്ളിക്കാരി ഹസ്ബൻഡ്. എന്നെ ഫോളോ ചെയ്യുന്ന ആകെയുള്ള സെലിബ്രിറ്റീസ് ഷസാം, സുബിനോളജി, കാർത്തിക് സൂര്യ, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരേ ഉള്ളൂ. നീ എന്റെ പേരൊന്ന് കറക്റ്റ് ആയിട്ട് പറയടാ. സുബിനോളജി. എന്നാലും അന്നത്തെ പോലെ ആയില്ലടാ. സുഡിയോളജി.
അപ്പൊ നമ്മള് ഷസാം ബ്രോയുടെ ഡ്രീം കാർ. എൻ്റെ ഡ്രീം കാർ, എൻ്റെ സത്യം പറഞ്ഞ ഇപ്പൊ അത്യാവശ്യം ഒരു ലൈസൻസ് ഒക്കെ കിട്ടി ഒരു കാർ എടുക്കുകയാണെങ്കിൽ ഞാൻ മറ്റേ പജേറോ അല്ലടാ, ഹലോ 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 പ്രാഡോ ഇപ്പൊ ഇറങ്ങി നമ്മ താഴെ പുതിയ പ്രാഡ്. എന്റെ അടുത്തൊരു ആഗ്രഹം അതാ. പജേറോ പ്രാഡോ ലാൻഡ് ക്രൂസർ പ്രാഡോ 2025 അത് മറ്റൊരു ബോക്സി ഡിസൈൻ ഉള്ള ഡിഫൻഡറിന്റെ ഏകദേശം അളിയന്റെ ലുക്ക്. കിടില. നല്ല കാശുണ്ടെങ്കിൽ ഞാൻ ഡിഫൻഡർ എടുക്കും. ഏത് ഡിഫൻഡർ എന്ന് പറഞ്ഞാൽ മറ്റേ വലുതല്ല, അല്ല. ഒരു ലുട്ടാപ്പി ഡിഫൻഡർ ഇല്ലേ? ഓ അത് റിമോട്ട് കൺട്രോൾ ഡിഫൻഡർ തറക്ക് ഓടുന്നത്. അത് ഞാൻ നിനക്ക് വാങ്ങിച്ചു തരാം. ലുട്ടാപ്പ് ഡിഫൻഡറിന് നല്ല വിലയുണ്ട്. അത് തന്നെ, അത് super. അതിന് വില അതാണ് ഞാൻ പറഞ്ഞ വില. പൈസക്കാരനായാൽ ഞാൻ അത് എടുക്കും. എന്റെ ആഗ്രഹം ഡിഫൻഡർ മറ്റേ ബാലൻസുള്ള സാധനമല്ലേ? G63 ഭയങ്കര അൺകംഫർട്ടബിൾ ആണെന്ന് പറയാനല്ലേ? അല്ല, അത് ആ അൺകംഫർട്ടബിൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. ഇഷ്ടപ്പെടുന്ന ആളെ ഏത് ഡോർ വലിച്ചടയ്ക്കുക, അല്ല വലിച്ചടക്കണ റൈഡിങ്. അതങ്ങനെ അത് ആക്ച്വലി റോ കാറാണ്. ഒരു കാർ അങ്ങനെ ഓടിച്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. അത് പറഞ്ഞപ്പോ എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്കൊരു G-Wagon എടുക്കണമെന്നൊക്കെ ഉണ്ട്. അതാണ് പുള്ളി പറഞ്ഞത്. അതല്ലേ നീ മാറ്റി പറയാൻ പറ്റില്ല. നീ ഗോൾഫ് ഇനി മാറ്റാൻ പറ്റില്ല. നീ ഗോൾഫ് GTA ഓടിച്ചാൽ മതി. എനിക്ക് നീ ഗോൾഫ് GTA ഓടിച്ചാൽ മതി. എനിക്ക് അതിന്റെ കംഫർട്ടിനെക്കാളും ഏറ്റവും നമ്മുടെ ഇവിടുത്തെ ഭരണാധികാരി അല്ല, നല്ല വണ്ടി. ഏറ്റവും കൂടുതൽ സഞ്ചരിച്ച ഷേഖ് മുഹമ്മദ് ഹംദാൻ ഡിഫൻഡറായി എല്ലാരും ഡിഫൻഡർ. അല്ല, ആ കാലഘട്ടത്തിൽ രണ്ടുപേരും യെസ് 1ഉം 3ഉം. ഓക്കെ. അപ്പൊ നാളെ പൂജയാണ്, ഞാൻ 2 ദിവസം റെസ്റ്റിലാണ്. ക്യാമറ ഞാൻ നീ ആരെയാണ് നോക്കണേ? എടാ, നീ എത്ര പ്രാവശ്യം പോയി മറ്റേ ഇത് നല്ലി കഴിക്കേ? 2 വട്ടം. 2. ഞാൻ 2 വട്ടം പോയി. I went 2 times, man. You also 2 times? വിത്ത് വാപ്പ. അപ്പൊ 3 times. അല്ല, നമ്മള് പോയതിനു ശേഷം പിന്നെ പാപ്പയായിട്ട് പോയി. നിങ്ങള് പിന്നെ എടേ ഒന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്ന് പോയാലോ? ഇല്ലില്ല, ഞാൻ എന്താ ഞാൻ ഡയറ്റിലാണ്. എടാ കുറച്ച് എഴുതിയൊന്നും പറ്റില്ലടാ. എടാ, യു ആർ സെയിങ് നോ ടു നല്ലി. എടാ നീ കൂടെ വന്നിരുന്നത് എനിക്ക് കഴിക്കണം. കൂടെ വന്നിരിക്കാം. I am on strict diet. അതെങ്ങനെ പറ്റുക? വേണ്ട, ഞാൻ ഇന്ന് ജിമ്മിലൊക്കെ പോയതുള്ളൂ. ജിമ്മായി ബ്രോ ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെ ചെയ്യേണ്ടത്. വേണ്ട. നീ ഒന്ന് പറ, ഒന്ന് കേക്കട്ടെ. വേണ്ട. നമുക്ക് എന്തായാലും നല്ല കഴിക്കാൻ ആഗ്രഹം ഉണ്ടല്ലോ. ഉണ്ട്. ഒരു 2 പിടി ചോറും കുറച്ച് നല്ലയും തട്ടിട്ട് കഴിച്ചിട്ട് അങ്ങനെ നിർത്താൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. അതാണ് നിന്റെ പ്ലാൻ. എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പറ്റില്ല. എനിക്കൊരു ടേസ്റ്റ് അറിഞ്ഞാൽ മതി. എനിക്ക് എല്ലാ ഫുഡും ടേസ്റ്റ് അറിഞ്ഞാൽ മതി. ടേസ്റ്റ് ഞാൻ എന്തും കഴിക്കും. ഞാൻ പറയാം, ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന 2 ഫുഡാണ് ഇപ്പൊ ദുബായിലുള്ളത്. ഒന്ന് ഈ നല്ലി, പിന്നെ മറ്റേ മീനില്ലേ, നമ്മടാ അത് വേണമെങ്കിൽ കഴിക്കാം. അത് ഗ്രില്ല. അത് പോവാ. അവരാ ചട്നിയും ചോറും. നീ കഴിച്ചിട്ടില്ലല്ലോ. അല്ലേ, അവരാ ചട്നിയും ചോറും ഫിഷും ഞാൻ കഴിച്ചിട്ടില്ല. ഔട്ട് ഓഫ് ദ വേൾഡ്. ഞാൻ കഴിച്ചിട്ടില്ല. അതടിപൊളി. അത് നീ ട്രൈ ചെയ്യണം. നീ വണ്ടി പിടിച്ചു വന്ന് പിന്നെയും കഴിക്കും. എനിക്ക് എപ്പോ വേണേലും അത് കഴിക്കാം. അതാണ് എനിക്ക് അത്ര കംഫർട്ട് ആയിട്ടുള്ള ഫുഡ് ആയിട്ട്. അല്ലെങ്കിൽ അങ്ങനത്തെ ഫിഷ് ഒക്കെ എത്ര വേണമെങ്കിലും കഴിക്കാം. അല്ല, ഹെൽത്ത് കലോറിയും കുറവാ. അതെ. ഇവിടെ മറ്റേനെ പറ്റി പറയണം. ലോകേര മറ്റേ ടീസർ കണ്ട? കണ്ടു. ഹലോ ഹലോ അത് ആദ്യം ആരാ വിളിച്ച് പറയുന്നത്? നീ ഇവിടെ കോമഡിയെ ഞാൻ പോസ്റ്റർ കണ്ട്. അത് വിചാരിച്ച് പോസ്റ്ററാണ്. ഞാൻ പോസ്റ്റർ മാത്രമേ. ടീസർ റിയാക്ട് ചെയ്ത പോലെ. പിന്നെയാണ് ഞാൻ വൈകുന്നേരം ഒരു മണിക്കൂറൊക്കെ വിളിച്ച് പറഞ്ഞു. 12 PM എനിക്ക് മെസ്സേജ് എന്നെ ഇവനെ കാണിച്ചെന്ന്. അത് ഡിക്ക് ഓൾറെഡി ഇട്ടിരുന്നു. 12 PM ഡ്രോപ്പിംഗ് ഒരു മെസ്സേജ് ഇട്ടിരുന്നു, ലൈക്ക് ഓൺ സോഷ്യൽ മീഡിയ. പടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. 11 പക്ഷെ എനിക്ക് ഭയങ്കര ഡീസെന്റ് ബെസ്റ്റ് വാട്ട് എവർ സൂപ്പർ ഹീറോ. മസിൽ പിടിച്ചിരിക്കുന്ന ഓഡിയൻസിന്റെ കൂടെയാണ് കണ്ടോ? അല്ലല്ല ചിരിച്ച്. നീ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പടം. എത്ര പ്രാവശ്യം കണ്ട്? ഞാൻ 2 വട്ടം. ഞാൻ 3. അല്ല, പക്ഷേ ബ്രോ ഇനിയും കാണാനുള്ളതുണ്ട്. അതാണ് ആ പടത്തിന്റെ ചിലയിടത്തൊരു ലാഗ് എനിക്ക് ഈ ക്ലൈമാക്സ് ലാസ്റ്റ് പാർട്ട് എനിക്ക് സ്ലോ അല്ല, എല്ലാരും പറഞ്ഞിരുന്നത് ആ പടത്തിൽ ഒരു ലാഗോ ഇല്ല, അതുണ്ട്. പക്ഷെ എനിക്ക് കുറച്ച് പിന്നെ മാർവലിന്റെ കൂടെ വെക്കാൻ ഏത് പറ്റില്ല. ഭാഗത്തെ ലാഗ് മാർവലിന്റെ കൂടെ വെക്കാൻ പറ്റുന്നില്ല. സമയം തീയതിയും കാര്യം എഴുതി ഏത് ഭാഗത്തെ ലാഗ്? എനിക്ക് സമയം ലാഗ് ഉണ്ട് പടത്തില്, എസ്പെഷ്യലി ക്ലൈമാക്സ് ക്ലൈമാക്സിന്റെ ഒരു പിന്നെ ക്ലൈമാക്സ് ഫൈറ്റ് തോന്നിയിട്ടുണ്ട്. ഞാൻ 2 വട്ടം പടം കണ്ടു. ഞാൻ 3 പ്രാവശ്യം കണ്ടു. ഞാൻ 2 വട്ടം കണ്ടെങ്കിലും പക്ഷെ ക്ലൈമാക്സ് എനിക്ക് ഫൈറ്റ് എനിക്ക് ഭയങ്കര. മനസ്സിലായി, ആ പടം ആൾക്കാർ വീണ്ടും വീണ്ടും പോയി കാണുന്നത് അതിന്റെ അകത്ത് കുറെ ഹിഡൻ കാര്യങ്ങളുണ്ട്. അത് മാത്രല്ല, അത് ഇതൊരു കാണാൻ ഫൺ വേണ്ടിയാണ് എലമെന്റ് ആൾക്കാര് പടം. വീണ്ടും വീണ്ടും പോയി ഇപ്പൊ തന്നെ ടീസർ കണ്ടിട്ടില്ലെങ്കിൽ സ്പോയിലറാണ്. ടീസറിലുള്ള മറ്റേ ഹിറ്റ്ലറിനെ കൊന്നൊക്കെ പറഞ്ഞ സാധനം അങ്ങനെയാണ് സീരീസിലൊക്കെ ലാസ്റ്റ് വില്ലായിട്ടുള്ള ഇടിയ മീൻസ് ആ ഫൈറ്റ് ഒക്കെ എന്ത് ലോങ് ലാഗാണ്. ഏത് സ്പൈഡർമാനായിട്ടുള്ള ഇതല്ലല്ലോ, അത് അത് വേറെ. അത് ലാഗല്ല. ലോകയെ കുറിച്ച് സംസാരിക്കുന്നത് അത് ടെക്നിക്കൽ ബ്രില്യന്റ് ആണ്. അത് വൺ ബഡ്ജറ്റ്. ഓരോരുത്തർ
ഓരോരുത്തരുടെ അല്ലടെ അഭിപ്രായം. ലൈക്ക് നമുക്ക് ആ വില്ലനെ കൊല്ലണമെങ്കിൽ നമുക്കറിയാം സ്പൈഡർമാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാ കൊല്ലുന്നത്. അങ്ങനത്തെ അയ്യോ, കാണിക്കാൻ പാവം പറ്റുള്ളൂ. സ്പൈഡർമാൻ. പിന്നെ കഷ്ടപ്പെടാതെ കഷ്ടപ്പെടാതെ കൊല്ലാൻ പറ്റുമോ? പാവടാ, പറഞ്ഞത് അത് പാവം സ്പൈഡർമാൻ. എടാ ഇത് അതല്ല പറയുന്നേ, ഇത് പ്രോ ലോക്കല്ലേ നീ എന്തിനാ അതിന് ഞാൻ ലാഗ് സബ് നീ പ്രീ ആണോ പ്രോ ആണോ? അങ്ങനെയാണ് ലാഗ് എന്ന് പറഞ്ഞത്. ഞാൻ സബ് ചെയ്യാത്ത ലോക കണ്ടത്, പ്രോ അല്ല. പിന്നെ ആ പടത്തില് രണ്ടു വട്ടം കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ആ ഇന്റർവെൽ പാട്ടുള്ള പോർഷനിലാവുന്ന കട്ട് വരുന്നുണ്ട്. ടൊവിനോട് അബ്രപ്റ്റ് ആയിട്ടുള്ള കട്ട് ഇവിടെ ദുബായ് വെർഷനിലുണ്ട്. മൂന്നോ സ്ഥലത്ത് അത് ബാലു വർഗീസ് സിനിമയിലുണ്ടെന്ന് ചിലര് പറയുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ബാലു വർഗീസിന്റെ സിനിമ ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടത് അല്ല, സൗബിൻ. അതേപോലെ നമ്മുടെ സൗബിനുണ്ട്. സൗബിനുണ്ട്. അവൻ മറ്റേ അതിലുണ്ട്. അത് മറ്റേ ഞാൻ കണ്ടിട്ടില്ല. പാർട്ടിയുടെ ഒരു പാട്ടിന്റെ ഇടയിൽ അതവനുണ്ട്. പക്ഷെ ഇതില് അബ്രപ്റ്റ് ആയിട്ടുള്ള രണ്ട്, ഒന്ന് ടൊവീനോയെ കാണിക്കുന്ന പല്ല് കാണിക്കുന്ന സമയത്ത് അവിടെ ഒരു ഒരു കട്ടുണ്ട്, കട്ടുണ്ട്. പിന്നെ സൗബിനെ കാണിക്കുന്നതിന് മുന്നേ ഒരു കട്ടുണ്ട്. അതേപോലെ ആ പെണ്ണിനെ കാണിക്കുന്നത്, അവരുടെ റൈറ്ററെ കാണിക്കുന്നത് വീട്ടിലുള്ള അപ്പം സമയത്തും ഒരു കണ്ടു. കട്ടുണ്ട്. വീട്ടിന്റെ അകത്ത് അവരുടെ ഒരു പാർട്ടി നടക്കുന്നില്ലേ, അവിടെ എന്തോ ഒരു കട്ടുണ്ട്. അതുണ്ട് അതുണ്ട് ഉണ്ട്, ഒരു കട്ട്. അബ്രപ്റ്റ് ആയിട്ടുള്ള കുറച്ച് ആ കട്ടുണ്ട്. ശ്രദ്ധിച്ചായിരുന്നു. അതെന്താ മറ്റേ കേക്ക് കഴിക്കുന്ന സീനിൽ കേക്ക് കട്ടുണ്ട്. പിന്നെ വേറൊരു കട്ടുണ്ടാ, കൈ മുറിയുന്ന ഒരു കട്ടുണ്ട് അതിന്റെ ഇടയിൽ. കട്ടായിരിക്കും ഉദ്ദേശിച്ചത്. ഉദ്ദേശിച്ചത്. പക്ഷേ യക്ഷി അപ്പൊ ഷുഗർ കട്ടിലിരുന്നു. അതെ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊവീനോ മറ്റേ ഞാൻ അവനുമായിട്ട് ചില്ല് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു, ചാർലിയായിട്ട് ആ പോർഷനാണ് അവര് ടീസറായിട്ട് ഇതിൽ കാണിച്ചത്. സോ അതെ, ആ സമയത്ത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് Already planned ഫ്യൂച്ചർ പ്ലാൻസിന്. ഓൾറെഡി പ്ലാൻ. ചാപ്റ്റർ 2 ഞാനാണ്. ഞാനും വിജയിച്ചാൽ ചെയ്യണല്ലോ. അല്ല, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഇങ്ങനെയാണെന്ന് വിജയിച്ചതല്ല. ബിക്കോസ് ഒരു 30 കോടി ഒരു പടത്തിന്റെ അകത്ത് ഇടണമെങ്കിൽ അത്രയും അതിന്റെ പ്രൊജക്ടിന് അല്ല, ദുൽഖർ പറഞ്ഞിട്ടുണ്ടല്ലോ. ദുൽഖർ ഈ ഫസ്റ്റ് പാർട്ട് ചിലപ്പം വർക്ക് ആവാതെ പോവായിരിക്കും, പക്ഷെ സെക്കൻഡ് പാർട്ട് വർക്ക് ചെയ്യും. പക്ഷെ ദേ വെർ റെഡി ടു മേക്ക് സെക്കൻഡ് പാർട്ട്. അപ്പം അത് അല്ലാതെ അങ്ങനെ ഒരു വർക്കിന്റെ ഒരു ചെറിയൊരു അല്ല, സംശയം എങ്ങനെ പോയാലും ആ 30 കോടി തിരിച്ചിട്ട് വരും. ആവറേജ് ആണെങ്കിൽ ഫ്ലോപ്പ് ആണെങ്കിൽ 30 കോടി കിട്ടും. കാരണം അതിനുള്ള ബിസിനസ് അതിനുള്ള എന്തെങ്കിലും കാണും, മറ്റേ സാറ്റലൈറ്റും സാറ്റലൈറ്റ് ഇതൊക്കെ കിട്ടും. കാരണം ദുൽഖറിന്റെ പ്രൊഡക്ഷൻ ആണ്. ഒരു മലയാള ഇൻഡസ്ട്രിയിൽ ഒരു 30 കോടി എന്ന് പറയുന്നത് നിസ്സാര കാര്യമില്ല. ഇപ്പൊ ഈസിയാ, കാരണം ഇപ്പൊ വൈഡർ ഓഡിയൻസ് ആയി തുടങ്ങി, എല്ലാരും അല്ല, കാണും. ഇതിനൊരു ഫാൻ ബേസ് ആയി. പിന്നെ ഇതിനൊരു ഫാന്റസി എലമെന്റ് ഉള്ളതുകൊണ്ട് എല്ലാരും കാണാൻ പോവായിരുന്നു. ലോകയുടെ ആ ഒരു കണ്ണറിട്ടിട്ട് ഒരാള് സോഫയിൽ ഇരിക്കുന്നില്ലേ, അതുപോലെ ആ ഒരു സീനാണ് ഓർമ്മ. സത്യം നോബഡി. അല്ല, പുള്ളിക്കെന്തോ ഈ പോഡ്കാസ്റ്റിന്റെ നോബഡി. പുള്ളിക്കെന്തോ സ്പിൻ ഓഫ് ഉണ്ടല്ലേ? അല്ല, അത് മറ്റവന്റെ ആഗ്രഹം. ആ കൽക്കിയുടെ ഡയറക്ടർ അല്ല, പക്ഷെ എന്തോ പറയുന്നുണ്ട്. ആക്ച്വലി ഇവര് ഡയറക്ടേഴ്സ് ആരോ പറയുന്നുണ്ടായിരുന്നു, പുള്ളിയുടെ ഒരു ഇത് കാണിക്കുമായിരിക്കും എന്തെങ്കിലും. ഞാൻ ഇത് കണ്ടതാ, ക്ലിക്ക് ബൈറ്റ് കണ്ടതാ, എന്തോ സ്പിൻ ഓഫ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക്. പക്ഷേ ചാപ്റ്റർ 3 ഒടിയൻ ദുൽഖർ, ഇത് ഡെഡ്പൂൾ വെസസ് ഒടിയൻ മോഹൻലാൽ വൂൾവറിൻ പോലെ ആണ് എന്നൊക്കെയാണ് മമ്മൂക്ക ആൾക്കാർ പറയണത്. അല്ല, ആ ഒരു മമ്മൂക്ക ചാപ്റ്റർ 4 ക്യാരക്ടർ കയറി വിളിച്ചാലോ, ചിരിക്കാതെടാ. ചിലപ്പോൾ പോഡ്കാസ്റ്റ് കണ്ടിട്ട് വിളിച്ചാലോ ഈ ക്യാരക്ടറിലോട്ട് അടുത്ത. അല്ല, അത് അല്ല, നീ വലിയ സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യുന്ന ആളല്ലടാ. ഓൾറെഡി കാസ്റ്റിംഗ് കഴിഞ്ഞു. അവന്റെ മോനായിട്ട് ഇനി അവള് വല്ല ടൈം പാസിന് ഒരു ചോര വേണമെങ്കിൽ കടിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് പോണ ഒരു സീൻ ഉണ്ട്. അത് വേണം നിന്നെ പിടിക്കും. പുള്ളിയുടെ നല്ല ഫ്രഷ് ചോര. നിന്റെ പോസിറ്റീവ് നെഗറ്റീവ് അല്ല, നെഗറ്റീവ് സിനിമയിൽ അപ്പൊ അതുമില്ല. ആ ക്യാരക്ടറും വെറുതെ അല്ല ദുബൈക്കാര് അവിടെ കൊതു നമ്മള് കടിച്ചു പറിക്കുന്നത്. ഇവിടെ കൊതുവില്ല. ഇവിടെ കൊതുവൊന്നുമില്ല. ഇവിടെ കൊതുവില്ല. നാട്ടിൽ പോയത്തെ കാര്യം. ഓക്കെ. ഇവിടെ കൊതുവില്ല. ഇവിടെ കൊതുവില്ല, കാക്കയില്ല. കാക്കുണ്ട്. നിങ്ങളുടെ നേരെ കാക്ക പറഞ്ഞു നടക്കുന്നു എപ്പോഴും. ഇവിടെ കാക്ക, നമ്മളെ നാട്ടിലെ കാക്കയാണ് ഇവിടുത്തെ പ്രാവ്. ബീച്ചിലൊക്കെ ബുർജുമാനിൽ എത്ര കാക്ക പറഞ്ഞു നടക്കുന്നു. ഇവിടെ ഇഷ്ടം പോലെ കാക്കയുണ്ട്. പക്ഷെ കാക്കയെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ കാക്കയുണ്ട്. നീ ഒരു കാര്യം നിന്റെ തലയിൽ ശരിയാ, പക്ഷികളൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് മൊത്തം മുസ്ലിംസ്, മൊത്തം കാക്കമാരാ. കട്ടെ, എനിക്കറിയാം കോമഡി വരുമെന്ന്. ഞാനിത് പ്രഡിക്റ്റ് ചെയ്തത്. ഞാനും പ്രഡിക്റ്റ് ചെയ്തത്. വളരെ പ്രിഡിക്റ്റബിൾ ജോക്ക്. വളരെ പ്രഡിക്റ്റബിൾ. സെക്കൻഡ് ഹാഫ് മൊത്തം പ്രഡിക്റ്റബിൾ. അപ്പൊ ഈ ജോക്ക് കിടക്കട്ടില്ല, അവൻ മാത്രമേ പറഞ്ഞത്. ആരും ചിരിച്ചില്ല. ഇത് മറ്റേ സാധനടാ, മറ്റേ ചീവിട് കരയുന്ന സൗണ്ട്. ഓഡിയൻസ് ചിരിക്കണല്ലോ. അപ്പൊ ലോ ക്ലാസ് നോക്കി 3 ദിവസം ഒരു 10K തികയുന്നത്. ഏറ്റവും കൂടുതൽ കാക്കാമാരിനെ നിന്നെ വീഡിയോ ചെയ്യാനും വിളിക്കുന്നത്. പേടിക്കണ്ട. റെസ്പെക്ട് നീ ക്യാരക്ടറിലേക്ക് പോയിക്കോ. പക്ഷേ ലോക വാസ് പൊളി.
എനിക്ക് ഒരു സംശയമില്ല. ഞാൻ ആ ഫാൻ എനിക്ക് ബേസ് മിന്നൽ മുരളിനേക്കാളും ഇഷ്ടപ്പെട്ടതിൽ ഓക്കെ. ഐസക് നിങ്ങളോ? ഞാൻ കാരണം ഇപ്പോഴും ചില ആൾക്കാർ ഞാൻ റീല് കണ്ടതാ, മിന്നൽ മുരളിയുടെ മറ്റേ സാധനം അത് വലുതും ഇത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ടെക്നിക്കൽ മാത്രമല്ല റൈറ്റിംഗ് സീൻ അത് എടുത്തിരിക്കുന്നത് എലിവേഷൻ സീൻ ഉണ്ട്, സീൻസ് ആണെങ്കിലും അതുപോലെ അതെ. ഈ മിന്നൽ മുരളി ഞാൻ എപ്പോഴും പറഞ്ഞ് ചിരിക്കുന്ന സാധനമുണ്ട്. പുള്ളി സ്ലോ മോഷൻ നടന്നു പോകണം, പുള്ളി മറ്റേ ജൈവിക തുടങ്ങി നടന്നു പോവുക ആൾക്കാർ രക്ഷപ്പെടുന്നത്. അതൊക്കെ ആ ഒരു ഹറി വരണം. അതായത് ഒരു സൂപ്പർ ഹീറോ എന്ന് പറയുമ്പോൾ അത് ശരിക്കും എലിവേറ്റ് ചെയ്ത് പോകേണ്ട സീൻ. അതെ, ബെസ്റ്റ് സീൻ ആവാനുള്ളതാണ്. അതായത് എന്റെ നാട്ടുകാർ ഒരു വളരെ റിസ്ക് ഫാക്ടറിലാണെന്ന് പറഞ്ഞ് പറന്നു പോകണം. അതിന് കിട്ടുന്നൊരു വേറെ ഫീൽ ഉണ്ട്. അത് കിട്ടിയില്ല. എനിക്ക് ലോക്കൽ അത് കിട്ടി. ഞാൻ ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള വേറൊരു 2 സൂപ്പർ ഹീറോ പടമുണ്ട് ഇന്ത്യയിൽ. ഒന്ന് നിങ്ങൾ കണ്ടിട്ടാണ്, എന്തൊരു മാവീരൻ ഞാൻ കണ്ടു, പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. മറ്റേ കഥ ബുക്കിന്റെ അല്ലേ, മൈൻഡ് വോയിസ് കഥ ബുക്ക്. അതൊരു ഭയങ്കര നല്ലൊരു സൂപ്പർ എനിക്കത് അങ്ങനെ ഭയങ്കര തോന്നി. പിന്നെ ഭാവി എന്തൊരു ഭവൻ ജോഷി അങ്ങനെ എന്തോ ഒരു പടം ഉണ്ടല്ലോ, ഭാവേഷ് ജോഷി, കീട്ടില്ല പടം. ഇത് രണ്ടും അല്ലല്ല, അത് വേറെ, അത് ബൂം കേക്സ്. അത് സൂപ്പർ പടം. നമ്മുടെ ലേറ്റ് സുഷിൻഷ് ലേറ്റ് മറ്റേ കൈപ്പോച്ചിലെ നടൻ ഞാൻ ഈ പടങ്ങളൊന്നും കാണാറില്ല. സുശാന്ത് സിംഗ്, ലേറ്റ് സുശാന്ത് സിംഗ് രാജ്പുത്, പുള്ളി അഭിനയിച്ച കിടിലം പടം. സൂപ്പർ ഹീറോ, സൂപ്പർ ഡിറ്റക്റ്റീവ് പടം ഞാൻ കണ്ടിട്ടില്ല. അത് തുമ്പട്, ഇതൊക്കെ തുമ്പട്. ഓ ദാറ്റ് വാസ് സംതിങ് ക്രേസി. സൂപ്പർ പടം. തുമ്പാട് തുമ്പട് കണ്ടിട്ടില്ലേ? തുമ്പട് സൂപ്പർ. എന്നെ അവളെ തുമ്പടുന്നാ വിളിക്കുന്നത്. കറക്റ്റ് പേര്, കുട്ടിച്ചാത്തൻ. അല്ല, തുമ്പാട് ഞാൻ എന്താ പറയാ, ഇതുപോലെ എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ ഇപ്പഴത്തെ കണ്ട ഒരു കൊല്ലം മുന്നേ കണ്ട പഴയ പടമല്ലേ, ബെസ്റ്റ് ഇന്ത്യൻ ഫാന്റസി ഫിലിം. ഏകദേശം നമ്മുടെ അതെ നമ്മുടെ മറ്റേ ഇതില്ലേ ബ്രഹ്മയുഗത്തിന്റെ അടുത്ത് വെക്കാൻ പറ്റും. അല്ല, ബ്രഹ്മയുഗത്തിനെക്കാളും രസമുണ്ട് പടം. മമ്മൂക്കാരെ പടം അതന്നെ, ഇതും അതന്നെ, കുട്ടിച്ചാത്തൻ. നീ ഏതൊക്കെ നീ പടം കാണാറില്ല വല്ലപ്പോഴും. ആ പടത്തിന്റെ ക്ലൈമാക്സ് കിട്ടുന്ന ഒരു ഓറ തുമ്പാട്. ആ ചാത്തനെ കാണിക്കുമ്പോഴുള്ള സീനൊക്കെ അത് ഭയങ്കര ഒരു കണ്ടിട്ടില്ലെങ്കിൽ ബെസ്റ്റ് മസ്റ്റ് വാച്ച് ഗൈസ്. എപ്പോഴുള്ള ആക്ഷൻ ആയത് ചുണ്ടിങ്ങനെ മലത്തും. അതിനകത്താക്കുന്നത് അത് ത്രില്ല് പറയണം. നല്ലതാണെങ്കിൽ പുള്ളി ചുണ്ടിക്ക് മലത്തും ഇങ്ങനെ ശ്രദ്ധിച്ചാൽ ഇനി അങ്ങനെ ആക്കിയത് എങ്ങനെ. അതിനൊരു കാര്യം നേരാക്കി കിട്ടിയിട്ടുണ്ട്. അടുത്തത് നിങ്ങൾ ആരെങ്കിലും ടോപ്പിക് ഇടും? അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു ന്യായമായ ചോദ്യം. നമ്മള് ദുബായ് കിഡ്സ്, നിങ്ങൾ 90s കിഡ്സ് അല്ല, നിങ്ങൾ നാടൻ കിഡ്സ്, കേരള അങ്ങനെ എന്തെങ്കിലും ഭയങ്കര വ്യത്യാസം നിങ്ങൾക്ക് എടുത്തു പറയാൻ പറ്റേ കണ്ടിട്ടുണ്ടോ? ദുബായ് കിഡ്സും നാട്ടിലെ കിഡ്സും തമ്മിലുള്ള കുറെ ഉണ്ടല്ലോ, ഇഷ്ടം പോലെ. പോലെ അതിനൊന്നും പറയാൻ പറ്റില്ല. അത് ഭയങ്കര ഡിസ്ക്രിമിനേഷൻ ആയി പോകുന്നതൊക്കെ. അതല്ലാത്ത ടോപ്പിക് എനിക്ക് മനസ്സിൽ വന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് പിന്നെ എന്നെ ഫോളോ ചെയ്യുന്ന എന്നെ കൂടുതൽ ഫോളോ ചെയ്യുന്ന ജെൻസി ടൈപ്പ് ആൾക്കാരാണ് ഞാൻ നോക്കിയപ്പോൾ. ഇപ്പൊ എന്റെ ഇതൊക്കെ നോക്കിയപ്പോ കൂടുതൽ ജെൻസി ടൈപ്പ് ആണ് എന്നെ കൂടുതൽ ഫോളോ ചെയ്യുന്നത്. അതിൽ മെയില് ഫീമെയില് ഫോളോ ചെയ്യുന്നുണ്ട്. ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ജെൻസി ടൈപ്പിന് നമ്മൾ 90s കിഡ്സിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു തന്ത വൈബിനെ അക്സെപ്റ്റ് ചെയ്യാനേ അവർക്ക് പറ്റും. നിങ്ങൾ ചെറുപ്പമായിരിക്കുമ്പോൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല. ഇവിടുത്തെ പയ്യന്മാർക്കും ആ ഒരു ടൈപ്പുള്ള ആൾക്കാർക്ക് നമ്മളൊന്നും നാട്ടിലെ ആൾക്കാരെ അക്സെപ്റ്റ് ഇച്ചിരി മടിയാണ്. നാട്ടിൽ നിന്ന് അങ്ങനെ അല്ല, ഒന്നാമത്തെ കാര്യം ഞാൻ കോണ്ടന്റ് വൈസ് ആണെങ്കിൽ ഇവിടത്തെ ക്രിയേറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ള ഒരു ഇതാണ് അവർക്കുള്ളതെന്നാണ് ഞാൻ കണ്ടുള്ളത്. നാട്ടിലെ ക്രിയേറ്റേഴ്സ് എന്താണെന്നോ അല്ലെങ്കിൽ അത് വളരെ കുറച്ച് നമ്മുടെ കോണ്ടന്റ് ക്രിഞ്ച് ആണെന്നും അതെങ്ങനെ അതൊരു സത്യമാണല്ലോ. സുബിനോളജിയുടെ കോണ്ടന്റും ഇപ്പോഴത്തെ ജെൻസിക്ക് ക്രിഞ്ചായിട്ട് തോന്നും, പക്ഷെ നമ്മ ക്രിഞ്ചായിട്ട് തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം പറയാം, നമ്മളിവിടെ ജെൻസിയെ പറ്റിയല്ലേ പറയാം. ദുബൈയിലെ
ആൾക്കാർ വിഷയത്തിൽ നിന്ന് വിഷയത്തിൽ നിന്ന് മാറുന്നു. നീ ഇപ്പം ജനറേഷൻ വ്യത്യാസത്തിനെ കുറിച്ച് അതാണ് സംസാരിച്ചത്. അത് വിട്. എനിക്ക് പ്രശ്നം തോന്നിയത് ദുബായിലെ ഇതും പ്രശ്നം എന്തിനാണോ നീ പറയുന്നത്? എന്തിനാണ് നല്ല ആൾക്കാര് പ്രശ്നമില്ല. ഈ പ്രശ്നം കുറച്ചുകൂടെ കാർ ഭ്രാന്തന്മാർ ഇവിടെയാണ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നാട്ടില് ഞാൻ കണ്ടതിൽ ബൈക്ക് ഭ്രാന്തന്മാർ. ബൈക്ക് ഭ്രാന്തന്മാർ അല്ല, ഇവനൊക്കെ നാട്ടിലുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കൂടുതലും But ബൈക്ക്. ഇവിടെ ഞാൻ നീ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറയല്ലോ 1 ഔട്ട് ഓഫ് ഇത്ര ആൾക്കാർ, അല്ലെ 10 ഔട്ട് ഓഫ് ഇത്ര ആൾക്കാർ ഇന്ന ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയണ പോലെ ഞാൻ കണ്ടിപ്പോ നിങ്ങള് എനിക്ക് തോന്നുന്നു 10 ൽ 8 പേർക്ക് വണ്ടി കാർ ഭ്രാന്തം. കാർ ഭ്രാന്തുണ്ട്. എസ്പെഷ്യലി കാറുകള് അതുപോലെ കാണാൻ നാട്ടില് പോവാ. ഇവിടെ 2 പേർക്ക് ആ 10 ൽ 2 പേർക്ക് ബൈക്ക് ഭ്രാന്തമുള്ളൂ. നാട്ടില് നേരെ തിരിച്ചാ. പിന്നെ ഇവിടെ എല്ലാ ഓൾട്ടറേഷനും ചെയ്യാലോ. ഇല്ല, എന്തും അങ്ങനെ ചെയ്യാലോ. ഇല്ല, ഇല്ല. ഇപ്പൊ ഓൾട്ടറേഷൻ അങ്ങനെ ചെയ്യാൻ പറ്റൊന്നുമില്ല. ബോഡിയിൽ ചെയ്യാം. കാര്യങ്ങള് ഷാർജയിൽ എസ്പെഷ്യലി ഭയങ്കര ഫൈൻ. അല്ല, ബോഡി ചെയ്യാം. ഓക്കെ Body സൗണ്ട് ല് sound ആണ് ഒന്നും ചെയ്യാൻ പറ്റൂല. അല്ല ബോഡി പോലും ഇപ്പൊ ആ കമ്പനിക്ക് അങ്ങനെ ഒരു ഓൾട്ടറേഷൻ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിസാന്റെ സ്കൈലൈൻ, അവർക്ക് അങ്ങനെ ഒരു ഓൾട്ടറേഷൻ അവരുടെ കമ്പനിയിൽ ബൈ ഡിഫോൾട്ട് ഉണ്ടെങ്കിൽ ഓക്കെ ചെയ്യാം. അതിന്റെ അല്ലാതെ അതിന്റെ പുറത്ത് പോകുന്ന ഡിസൈനോ മറ്റേ ലൈറ്റ് ഒക്കെ ഇട്ടടിക്കണതാ നിയോൺ ഒക്കെ ഭയങ്കര അല്ല, ഫൈനല്ല. അത് ഒരു അതിനും ലിമിറ്റേഷൻ ഉണ്ട്. അത് കാണുമ്പോൾ മനസ്സിലാവും. ഇത് നമ്മളെ വേറെ ആൾക്കാരെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ അത് വല്ലാണ്ട് പുറത്ത് തള്ളിയിരുന്നില്ല. ലിപ്സ് ബമ്പർ ആ മറ്റേ വലിയ ടയർ ഇടുക. ഇതൊന്നും പുറത്ത് അതിനൊരു ലിമിറ്റ് ഉണ്ട്. നമ്മളെ താഴെ കണ്ട ബ്രോങ്കോയോ അല്ല, ഇപ്പൊ ബ്രോങ്കോ അല്ല, അങ്ങനെ അതൊക്കെ തന്നെയാണ്. അവരുടെ ടയർ അത് അത് അങ്ങനെ തന്നെയാണ്. അത് ബ്രോങ്കോയുടെ ഓഫ് റോഡിന്റെ ആ ഒരു മോഡൽ തന്നെയാണ്. അതാണ്, അത് ഓരോ വണ്ടിക്കും ഓരോ ലിമിറ്റേഷൻസ് ഉണ്ട്. അത് അവർക്ക് അറിയാം, കാണുന്നവർക്ക് അറിയാം. പിന്നെ ശ്രദ്ധിച്ചിട്ടുള്ള ബ്രാൻഡ് കോൺഷ്യസ് ആണ്. ബ്രാൻഡ് കോൺഷ്യസ് ആണ്. ഇല്ലേ? നാട്ടിൽ ഇപ്പൊ ആയി തുടങ്ങി ബ്രാൻഡ് കോൺഷ്യസ്. പണ്ടില്ലേ? അല്ല നാട്ടില് മെജോറിറ്റി നമ്മൾ മറ്റേ പൈസ ഉണ്ടെങ്കിൽ ബ്രാൻഡ്, ഇല്ലെങ്കിൽ നമുക്ക് അത് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ഇൻഫ്ലുവൻസ് ആണ്. നമ്മൾ ദുബായിലുള്ള നഗരം നമുക്കറിയാം, സിറ്റി ഓഫ് ഡ്രീംസ്. അത്രയും ആൾക്കാർ പല ഇല്ല ഇവിടെ ഇവിടെ എല്ലാവരും വർക്ക് ചെയ്യുന്നത് ആ ഒരു ഡ്രീം ലൈഫ് ജീവിക്കാൻ വേണ്ടിട്ട്. ഓക്കെ ഒബ്വിയസ്ലി ക്വാളിറ്റി ലൈഫ് ജീവിക്കാൻ വേണ്ടിട്ട് അതിനാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നത്. വളരെ ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന ആൾക്കാരായിട്ടാണ് ഞാൻ. അതെ, ഭയങ്കര ലേറ്റ് ആയിട്ട് പറയുന്നത്. സമയത്ത് കുറെ എണ്ണമുണ്ട്. 12, 1 മണി, 3 മണി, 4, 5 യവനെ നോക്കണ്ട. പക്ഷെ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മേ ബി സിറ്റി നെവർ സ്ലീപ്സ് എന്നൊക്കെ പറയുന്നതുകൊണ്ടാവാം. അതായിരിക്കും. അല്ല, അതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നില്ലല്ലോ രാത്രി ആയത്. എല്ലാരും ഇവിടെ ഓടിക്കൊണ്ടിരിക്കും. ലൈഫ് ഒന്ന് ഇങ്ങനെ ഒരു ഡൗൺ ആവുന്നില്ലല്ലോ, എല്ലാം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. നാട്ടിൽ എന്റെ അവിടെ 7 മണി കഴിഞ്ഞു കഴിഞ്ഞാല് സ്ട്രീറ്റ് ഒക്കെ എംറ്റിയാ. നേരെ മറിച്ച് നിങ്ങൾ റാസൽ ഗെയിം ഓഫ് ഫുജറ, ടിബ, കോർഫക്കാൻ, ഹത്ത ആ ഏരിയയിലൊക്കെ പോയല്ലേ, നിങ്ങൾ അവിടെ അറിയും. അവിടെ ഒരു 10 മണി 11 മണി കഴിഞ്ഞാൽ എല്ലാവരും എല്ലാം ഓഫാണ്. എല്ലാവരും. നേരെ മറിച്ച് ദുബായ് അങ്ങനെയല്ല. ദുബായ് നിങ്ങൾ ഏത് മുക്കിലും മുന്നിലും പോയാലും ആൾക്കാരുണ്ടാവും. 24/7 ഓണല്ലേ? ഓണാണ്. മോൾസ് വെച്ച് എല്ലാം ഉണ്ടല്ലോ. മോൾസും 12 മണി വരെ ഉണ്ടല്ലോ. അതുകൊണ്ട് അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോ സമയം നമ്മളിത് ഉറങ്ങിയാടേ നീ? ഇല്ല, ഞാൻ ആലോചിച്ചോണ്ടിരിക്കും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ. ഇതിപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക്കാണ്, എന്തുകൊണ്ട് യൂട്യൂബ് നമ്മുടെ ദുബായിൽ വർക്ക് ആവുന്നില്ല. അത് സമയമില്ല. അല്ല, അത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ലോങ് ഫോർമാറ്റ് വീഡിയോസ് അൺടിൽ അൺലെസ് നമ്മുടെ മിസ്റ്റർ ബീസ്റ്റ് പറഞ്ഞ പോലെ ബ്ലൂ കൗ കാണിക്കാതെ കാര്യമില്ല. പക്ഷെ എന്റെ ഫോണിൽ വർക്ക് ആവുന്നുണ്ട് യൂട്യൂബ്. നല്ല കാര്യടാ. കാര്യമായിട്ട് പറഞ്ഞേ, എന്റെ ഫോണിലും എന്റെ ടിവിയിലും എന്റെ ലാപ്പിലെല്ലാം വർക്ക് ആവുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പ്രശ്നം? എനിക്ക് ആ പ്രശ്നം നാട്ടിൽ നിന്നോണ്ടായിരിക്കും. ഈ ഇടക്കല്ലേ വന്നത്. VPN ഇടണം. VPN ഇട്ട് നോക്ക്. അല്ല, ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ കോണ്ടന്റ്. ഇപ്പൊ നാളെ നൊമാഡിയൻ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഒരു ലോങ് ഫോർമാറ്റ് എടുക്കണോ, നിങ്ങൾ എന്ത് എടുക്കും ടോപ്പിക് ദുബായിൽ ചെയ്യാൻ? ഞാൻ ചെയ്യുകയാണെങ്കിൽ വണ്ടിയുടെ എന്തെങ്കിലും ചെയ്യുള്ളൂ. വണ്ടി അടങ്ങും. ശരിയാ. നീ വണ്ടി നന്നായിട്ടാണ്. ഒബ്വിയസ്ലി ലൈഫ് സ്റ്റൈൽ. എന്ത് ലൈഫ് സ്റ്റൈൽ? രാവിലെ എണീക്കുന്നു, ഉറങ്ങുന്നു, കഴിക്കുന്നു, പുറത്തു പോകുന്നു, ഇതാ അതാണ് ലൈഫ് സ്റ്റൈൽ. എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. പറയൂ, കേക്കട്ടെ. ഞാൻ ഓരോ സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്യും. എന്നിട്ട് ഓരോ സ്ഥലങ്ങളിൽ പോകുന്നതിനും ഓരോ ഔട്ട്ഫിറ്റ് ധരിക്കും. ഓരോ ദിവസം ഓരോ ഷൂ ധരിക്കും. ഇന്ന ഷൂ എല്ലാ ദിവസവും ഓരോ ഷൂസ് ആണ്. അത് എനിക്ക് അങ്ങനെ ആക്കിയെടുക്കും ഞാൻ. ലൈഫ് സ്റ്റൈൽ ആയല്ലോ. അല്ല, ഇതിനു വേണ്ടി പുതിയ ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കി. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന ഷൂ ഏതാ ഇടുന്നത്, ഇന്ന ഫാബ്രിക് ഏതാണ്, എല്ലാം ഇട്ടിട്ട് ആൾക്കാർക്ക് കുറെ ഇൻഫർമേഷൻ കൊടുക്കും. ഫാബ്രിക് ഒക്കെ നോക്കും. ഇന്ന സ്ഥലത്ത് പോയിട്ട് എന്ത് ഫുഡ് കഴിക്കാം, എന്ത് ഫുഡ് നീ കഴിച്ചാൽ എത്ര നാൾ ഇടും? എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് ആൾക്കാർ കാണൂല. അത് കാണുന്നോ ഇല്ലയോ സെക്കൻഡറി ഐറ്റം. ലൈഫ് സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് ഭയങ്കര എക്സ്പെൻസീവാ. വർക്ക് ആവണം. വർക്കായില്ല എന്നുണ്ടെങ്കിൽ ആ പൈസ നഷ്ടമാണ്. വലിയ എമൗണ്ട്. പിന്നെ അത് കുഴപ്പമില്ല, ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. നീ അത്രയും ചെയ്തിട്ട് 100 വ്യൂ എന്ത് ചെയ്യും? ഞാൻ അപ്പോഴാ ചാനൽ പൂട്ടും. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞു പറഞ്ഞത്. ഇവിടെ അത് വർക്കാവില്ല. അതാണ് വർക്കാവുന്നില്ല.
ലൈഫ് സ്റ്റൈൽ എനിക്ക് തോന്നുന്നില്ല ആൾക്കാർക്ക് താല്പര്യം അല്ലെങ്കിൽ പിന്നെ വേറൊരു സാധനം വർക്കാവും. ഇവൻ ഷർട്ട് ഇടാതെ വല്ല കുക്കൊക്കെ ചെയ്യണമെങ്കിൽ കപ്പിൾസ് പരിപാടികൾ ഫാമിലി നടക്കുന്നുണ്ടെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചാൽ ഇഷ്ടപ്പെടും. ഫാമിലിയും അല്ല ഒരു പരിധി വരെ. ലൈഫ് ഇഷ്ടപ്പെടും, എന്തെങ്കിലും ഹുക്ക് അതിന്റെ അകത്ത് കൊടുത്താൽ മതി. നല്ലൊരു ഹുക്ക് കൊടുത്തു. നാട്ടില് ഞാൻ പറഞ്ഞു നാട്ടിൽ കിട്ടും 2 രൂപ നല്ല കുളത്ത്. അത് വെച്ചാൽ നമ്മൾ പറയില്ലേ, അല്ല ഇവന്റെ കങ്കൂസ് മേടിച്ചിട്ട് മീൻ അത് ചൂണ്ട ഇടാം. നല്ല ഹുക്ക്. നാട്ടിൽ എന്തുകൊണ്ട് ഇത് വർക്കാണെന്ന് നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം. നാട്ടിൽ ഒരുപാട് സംഭവം ചെയ്യാം. പ്രകൃതി കാണിക്കാലോ. മൂന്നാർ പോവാം, മറ്റവിടെ പ്രകൃതി പോവാം, അവിടെ നിന്ന് മാറി തമിഴ്നാട്ടിൽ പോവാം, തമിഴ്നാട്ടിൽ നിന്ന് ബാംഗ്ലൂർ എവിടെയും പോവാം. ഇന്ത്യൻ റെയിൽവേ ഉണ്ട് കുറ്റം, സ്ട്രീറ്റ് ഫുഡ് തന്നെ വലിയൊരു കോണ്ടന്റ് ആണ്. കാണാനുള്ളൊരു വിഭാഗം തന്നെ ഉണ്ട് ഇഷ്ടംപോലെ. ഇത് പറയാലോ മറ്റേ KSRTC എന്നോട് ചെയ്തത് കണ്ടോ, അതാണ് ഹുക്ക്. Yeah. അല്ല ആ നെഗറ്റീവ് ഒക്കെ ഭയങ്കര ഹുക്ക്. അല്ല അത് മാത്രമല്ല, ഇവിടെ അങ്ങനത്തെ ഹുക്സ് ഉണ്ട്, ഹുക്സ് ഇല്ലാതെയല്ല. ദുബായില് തന്നെയാണ് ലൈഫ് സ്റ്റൈൽ ചെയ്യണമെങ്കിൽ ഒന്ന് ട്രാവൽ ചെയ്യണം. ബിക്കോസ് ഇവിടെ നിന്ന് പോവാൻ എല്ലായിടത്തും എളുപ്പമാണ്. അതെ, ഞാനിവിടെ അത് ചെയ്യാൻ പറ്റിയ, പക്ഷെ അത് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. വേറെ കാര്യം അറിയോ, അറിയാം, ലൈഫ് സ്റ്റൈൽ കാണിക്കും നമ്മള് നമ്മുടെ സ്വന്തം വണ്ടിയിൽ പോകരുത്. ടാക്സി വിളിക്കുക, ബസ്സിൽ കയറുക, എല്ലായിടത്തും കാണിക്കണം, വേർത്ത് കുളിച്ച് അങ്ങനെ കാണിക്കണം. nice. ഇവിടുന്ന് 5 dirhams ഉണ്ടെങ്കിൽ കഷ്ടപ്പാട് സെന്റിമെന്റൽ പോവാം. ഗൈസ് നോക്ക്, ഈ ഷർട്ട് മൊത്തം ഉയർന്ന് കുളിച്ച്. അപ്പൊ നമ്മൾ ഈ ഷർട്ട് മാറ്റിയിട്ട് അടുത്ത മാളിൽ കയറിട്ട് അടുത്ത ഡ്രസ്സ് എടുക്കുന്നു. ഇങ്ങനെ ദുബായിൽ എനിക്ക് ലോങ് ഫോർമാറ്റ് ചെയ്യാൻ പറ്റിയ 2 കാര്യങ്ങൾ, ഒന്ന് ഫുഡും പിന്നെ കാർ. ഇല്ല ഫുഡ് ഞാൻ ട്രൈ ചെയ്തതാണ്. പക്ഷെ ഫുഡ് നമുക്ക് വർക്കാവണുണ്ട് കേട്ടോ. അല്ല പക്ഷെ അത് കുറെ കാര്യങ്ങൾ അതിന്റെ അകത്ത് കേറുന്നുണ്ട്, അതാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് കുറെ കാര്യങ്ങൾ കേറുന്നുണ്ട്. ഫുഡ് വെറുതെ അല്ല, ഫുഡിൽ വ്ളോഗ് ഞാൻ പുള്ളിരുന്ന് കണ്ടു, എന്നിട്ടല്ലേ വിളിച്ചത്. ഞാൻ മറ്റേ ലീനിയർ എഡിറ്റ് ചെയ്യാൻ നോൺ ലീനിയർ. അല്ല അതല്ല, അങ്ങനെ കുറെ കാര്യങ്ങൾ കേറുമ്പോ അല്ല അത് ഫുഡിൽ ഇനി ചെയ്യേണ്ടത് വെറുതെ ഒരു ഫുഡിന്റെ റിവ്യൂ അല്ല, ഒരു ബഡ്ജറ്റ് വൈസ് സ്റ്റാർട്ട് ചെയ്യണം. 10 dirhamsൽ എന്തൊക്കെ ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ 100 dirhamsൽ എന്തൊക്കെ, 1000 dirhamsന് കിട്ടുന്ന സ്ഥലങ്ങൾ, അങ്ങനത്തെ ബിക്കോസ് അത് കാലിദിന്റെ വർക്ക് ആവുന്നുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ആ ക്വാളിറ്റി ചെയ്യുന്ന കാലിദിന് വർക്ക് ആവുന്നുണ്ടെങ്കിൽ കാലിദ് അവിടെ ഫൺ കണ്ടന്റ് ചെയ്യുന്നുണ്ട്. അതെ, കണ്ടിരിക്കാൻ ചിരി, കുഞ്ഞു പിള്ളേർക്ക് ചിരി ഞാൻ പറഞ്ഞത്. വരുന്നുണ്ട്. ഫൺ അല്ല ചെയ്യുന്നത്, പ്രോപ്പർ ഇൻറ്റു ഫുഡ് എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. തിരിച്ച് സുബിനോളജി ഒരു ഫൺ കണ്ടിട്ട് ചെയ്തിട്ടില്ലല്ലോ, കാറ്റഗറൈസ് ചെയ്തിട്ടില്ലല്ലോ. അതാണ് സുബിനോളജി ഫൺ ഒരു ഫണ്ണ് പോലും ഒരിക്കലും ചെയ്തിട്ടില്ല. അല്ല അത് മാത്രമല്ല, റിവ്യൂ കാണാൻ താല്പര്യം, റിവ്യൂ ആക്ച്വലി ബോറിംഗ്. സുബിനോളജി ഭയങ്കര ബോറിംഗ്. മമ്മൂട്ടി വരെ കോമഡി പറഞ്ഞു തുടങ്ങി. നിങ്ങൾക്ക് എന്തുകൊണ്ട് കോമഡി പറഞ്ഞുകൂടാ? എന്തുകൊണ്ട് ഫണ്ട് പറഞ്ഞുകൂടാ? പറയാറുണ്ടല്ലോ അത് ചളിയല്ലേ അടിക്കുന്നത്, നീ അടിക്കുന്ന ചളി കൊള്ളാം. അത് ചെളി, ചളിയല്ല ചെളി, ചെളി ചളിയല്ല ചെളി, ചെളി അഴുക്ക്, നമ്മുടെ ചളി അഴുക്ക് ചെറുക്കൻ നമ്മുടെ ചളി ലവ വിടുന്ന് ഉറങ്ങി. എസ്കേപ്പി ഉറങ്ങി ഗൈസ്. അപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഈ പോഡ്കാസ്റ്റ് എന്നാണ് അതിന്റെ അർത്ഥം. ഓഡിയൻസിന് ഇഷ്ടപ്പെടും. ഓഡിയൻസിന്റെ പൾസർ ചെയ്യുന്ന അങ്ങനെ. അപ്പൊ അതാണ്. അപ്പൊ ഫുഡിൽ ചെയ്യാണെങ്കിൽ കാറ്റഗറൈസ് ചെയ്യണം, ഈ ബഡ്ജറ്റിൽ എന്തൊക്കെ നേടാം, എന്തൊക്കെ ചെയ്യാം. ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചത് നിങ്ങൾ ഓരോരോ ആൾക്കാർ? മോസ്റ്റ് എക്സ്പെൻസീവ് ഫുഡ് നിന്നെ തുടങ്ങിയോ? കാരണം എനിക്ക് എക്സ്പെൻസീവ് അങ്ങനെ പറയാൻ പറ്റൂ. എനിക്ക് ഡയറക്റ്റ് ഒരു കാര്യം പറയാൻ പറ്റത്തില്ല. നീ എത്ര ക്ലാസ്, നീ 10ാം ക്ലാസ്സിൽ എത്ര മാർക്ക് കിട്ടി? കുറവ് 66%. തുമ്മാരെ പറഞ്ഞു. അപ്പൊ എനിക്കൊരു കാര്യം പറയാനുള്ളത്, അന്നത്തെ എക്സ്പെൻസീവ് എനിക്ക് ഇന്നത്തെ എക്സ്പെൻസീവ് അല്ല. ഇപ്പോഴത്തെ ഇപ്പോഴത്തെ വലിയ എക്സ്പെൻസീവ് ഫുഡ് കഴിച്ചിട്ടില്ല. കൈ നോക്കിയത് ഞാൻ പറയട്ടെ. ഞാൻ 2021 തോന്നുന്നു അറ്റ്മോസ്ഫിയർ ടോപ്പിൽ പോയിട്ട്, അതായത് ബുർജ് ഖലീഫയിൽ പോയിട്ട്, അന്ന് അതാണ് എൻ്റെ എനിക്കൊന്ന് ഇതുവരെയുള്ള എക്സ്പെൻസീവ്. 2000 dirhamsന് കഴിച്ചിട്ടുണ്ടായിരിക്കും. കാരണം ഞാൻ എൻ്റെ വേറെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അതെങ്ങനെയാണെന്നറിയോ, ഞാൻ സ്വർണ്ണം ഇട്ട ചായ കുടിച്ചു, കോഫി ഒന്നും എന്റെ ഇപ്പോഴും ഫോട്ടോസ് 2500 ദിർഹം പോയി പറയുന്നത്. അത് ഐ ഹാവ് ദ പ്രൂഫ് മാൻ. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെ പോയെന്നറിയോ, കോട്ട് സൂട്ടൊക്കെ ഇട്ട് വൻ സെറ്റപ്പിലാ പോയത്. അന്ന് എനിക്ക് നല്ല മുടിയൊക്കെ ഉണ്ട്, നല്ല ഒരുങ്ങി ആഗ്രഹമാണ്. പോയി ബ്രോ, കിടപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് 350 dirhamsന്റെ ഒരു പാഷൻ ഫ്രൂട്ട്, അത് കാണണമെന്ന് അറിയാം, 350 dirhamsന്റെ ഒരു പാഷൻ ഫ്രൂട്ട് ജ്യൂസ് അത് ഞാൻ കുടിച്ചു. ഇതൊക്കെ ഇപ്പൊ എനിക്കൊന്നുമല്ല, ആ സമയത്ത് അന്ത കാലത്ത്. ഇപ്പൊ ഞാൻ സ്വർണ്ണ കപ്പുച്ചീനോ പറഞ്ഞ് കേക്കണേ. അതുപോലെ അവനും കഴിച്ചു, അതുപോലെ സ്റ്റേക്ക് കഴിച്ചു.
അപ്പൊ ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ കഴിച്ചു. എന്റെ കിടപ്പുണ്ട്, എന്റെ വീഡിയോസ് എല്ലാം കിടപ്പുണ്ട്. കാശ് ആരോടത്? കാശ് ആരോ കൊടുക്കട്ടെ. നീ കാശ് കൊടുത്തു? അപ്പൊ 2500 ദിർഹത്തിന്റെ നീ സാധനം കാശ് കൊടുത്തോ ഇല്ല? നീ കാശ് കൊടുത്ത് കഴിച്ചാണോ? അല്ല, ഇവരെന്ത് രണ്ടുപേരും തർക്കിച്ചോണ്ടിരിക്കുന്ന എടാ ഞാൻ നിങ്ങൾ ചോദിച്ചത് എക്സ്പെൻസീവ് എക്സ്പെൻസീവ് ഫുഡ്. നീ 2500 ദിർഹത്തിന്റെ ഫുഡ് കഴിച്ചു. അറ്റ്മോസ്ഫിയർ കഴിഞ്ഞ് അവിടാണ് ഫണ്ണ്. ഓക്കെ, ഞാൻ ഇത്ര നീട്ടിയതല്ല ഫണ്ണ്, അത് ആൾക്കാർക്ക് ചിരി വരും. സൂപ്പർ ഗൈസ്. പറ, എന്റെ അടുത്ത് ചോദിക്കല്ലേ, ഞാൻ ഇതുവരെയായിട്ടും എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ മറ്റേ അങ്ങേരില്ലേ പക്ഷെ അത് അതിനുള്ള വർത്തില്ല. അത് ട്രൈ ചെയ്യാം. അത് പോയി കയ്യില് മാത്രം അത് വറുത്തല്ല വരുന്നത്, അതാണ് നോർമലി ഇത് ഗ്രില്ല് ചെയ്താ. ഗ്രില്ല് വരുന്നത്. അപ്പൊ അടുത്തത് പറ. ഇല്ല, ഏറ്റവും ഓർമ്മയിൽ എനിക്ക് അത്ര വലിയ എക്സ്പെൻസീവ് ഫുഡ് കഴിച്ചതായിട്ട് വലിയ ഓർമ്മ ഒന്നും കിട്ടുന്നില്ല. കാരണം എവിടെ ചെന്നാലും ഫ്രീ അല്ലേ, എവിടെ ചെന്നാലും ഓസിനടിച്ച് എവിടെ പൈസ കൊടുക്കുന്നു? പൈസ കൊടുക്കണ്ട, പൈസ കൊടുത്തിട്ട് തന്നെയാ പറയുന്നത്. പൈസ കൊടുക്കാണ്ട് പൈസ നിങ്ങൾ നിങ്ങൾ മിഷലിൻ സ്റ്റാറും ഒക്കെ കഴിച്ചിട്ടുള്ളത്? ഞാൻ ഇതുവരെയായിട്ടും കഴിച്ചിട്ടില്ല. ഞാൻ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെന്ന്. ഇല്ല. അവരുടെ സ്റ്റാർ അവരൊരു ഇതുണ്ട്, ഒരു സ്റ്റാർ ടയറോ അല്ലല്ല അവരൊരു അവരുടെ ബുക്ക് ഉണ്ട്. ടയറിന്റെ സെർവ് ചെയ്യും. അവരെല്ലാ വർഷവും ഒരു കാറ്റലോഗ് ഇറങ്ങും. അതില് അവര് ആഡ് ചെയ്യുന്ന ഫുഡ് സ്പോട്ടുകളിനെയാണ് മിഷലിൻ സ്റ്റാർ എന്ന് പറയുന്നത്. അത് 2 ഉണ്ട്, 3 ഉണ്ട്. ഞാൻ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ട് ഞാൻ ഇപ്പൊ കഴിച്ച ഡെസേർട്ട് 140 ദിർഹംസിന്റെ ചീസ് കേക്ക് നമ്മള് ലാസ്റ്റ് ഒരു എന്തിനാ അവിടെ വരെ പോയത് എക്സ്പെൻസീവ് ഫുഡ് കഴിക്കാൻ? ഡെസേർട്ടില് ഡെസേർട്ടിൽ പോയാ മണൽ ഫ്രീ ആയിട്ട് വരുമായിരുന്നല്ലോ. അതല്ല ബ്രോ, ലൈക്ക് എന്നാ പിന്നെ ഒരു വലിയൊരു ബില്ലായ എന്തെങ്കിലും കഥ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മിക്കവാറും അത് എപ്പോ നമ്മളോട് പോയി കഴിഞ്ഞാലും ബില്ല, വലിയ ബില്ല. നിന്നൊന്നും പറഞ്ഞ 2500 ദിർഹം അറ്റ്മോസ്ഫിയർ കഴിഞ്ഞത്. ബർത്ത്ഡേക്ക് പോയപ്പോഴത്തേക്ക് ബില്ല് അടിച്ച് മാറി. ബർത്ത്ഡേക്ക് പോയപ്പോഴത്തേക്ക് ഒരുപാട് ബില്ല് അവർ അടിച്ചടിച്ച് വലിയ ബില്ല് പറയണ്ട, വലിയ വലിയ ലാസ്റ്റ് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ ഒരു വൈഫിന്റെ ബർത്ത്ഡേക്ക്, റാണിയുടെ ബർത്ത്ഡേക്ക് എന്തോ 1200 ദിർഹംസ് ചിലവായിരുന്നു അല്ലേ? ഓ അവൻ പറഞ്ഞു തരേണ്ടി വന്ന് പറഞ്ഞോ. ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാരും കൂടി നുസ്രത്തിൽ ഒരു ബില്ല് പോയിരുന്നു. അത് 8000 ദിർഹംസ് ബില്ലായിരുന്നു. 9,000 ദിർഹംസ്. എനിക്ക് എന്തോ വേദന, ഞാൻ പോവാ. എന്താ കഴിച്ചത്? ഒരു വണ്ടി ഒരു സ്വർണം പൊതിഞ്ഞ ഞങ്ങള് അല്ല സ്വർണം 24 യെസ്, ആ ഒരു ഇതുണ്ടായിരുന്നു, സ്റ്റേക്ക് ഉണ്ടായിരുന്നു. ആ ഷീറ്റിനാകെ 100 ദിർഹംസ്. അത്രേ ഉള്ളൂ. അല്ല, അയാളിപ്പോ അത്യാവശ്യം പതനത്തിലാണ് ഇപ്പം. അവര് പുള്ളി അവിടെ ഫ്രീ ആയിട്ടാണ് കൊടുക്കണ ഫുഡ്. അന്ന് എന്നോട് ഡയറ്റ് ഫുള്ള് ഞാൻ വിളിക്കാണ് വായ വെറുതെ ഒരൊറ്റൊരു കാരണം കൊണ്ട്. ഉപ്പിടുന്നതിനെ വിളി ഭക്ഷണം കാരണമല്ല, പുള്ളിയുടെ സ്വഭാവം, ആ ഒരു ആറ്റിറ്റ്യൂഡ്, വിഷയം. ഇപ്പൊ അടുത്ത് പുള്ളി ഇതേപോലെ തന്നെ ഒരു പരിപാടിയും കൂടി ഇങ്ങനെ പോയി. പിന്നെ പുള്ളി ഇതുപോലെ നിങ്ങളൊക്കെ ബില്ല് എടുത്ത് വെച്ചിട്ട് കണ്ടില്ലേ, 8000 കണ്ട, 50,000 കണ്ട എന്നൊക്കെ പറയുമായിരുന്നു. അതൊക്കെയാണ് പുള്ളി കിട്ടിയത്. പക്ഷെ അതാണ് ഇപ്പൊ പുള്ളിയെ വിളിച്ചാൽ പുള്ളി വരും. ഉപ്പാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്, തോർത്തൊക്കെ ആയിട്ട് വരുന്നത്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആർട്സിൽ നിന്നും ലൈക്ക് ഫുഡിൽ നിന്നൊക്കെ മാറിയിട്ട് നമുക്ക് കുറച്ച് സ്പോർട്സിലോട്ട് പോകാം. എന്തൊക്കെയാണ് എനിക്ക് ഒരു തേങ്ങ അറിയില്ല. ചോദിക്കട്ടെ. എടാ അവൻ പറഞ്ഞില്ലടാ, നീ എക്സ്പെൻസീവ് ഫുഡ് ആവാൻ പറയുന്നത്. അവനെയാണ് ആദ്യം കൈ പൊക്കിയത്. നീ ഉണ്ടായിരുന്നോ അവിടെ? ഞാൻ കഴിച്ചത് മറ്റേ വാഗ്യു ബീഫ്, ജപ്പാൻ. ഓ ഗ്രേഡ് 5 A5. നമ്മളൊന്ന് കഴിച്ചിരുന്നു. നമ്മളൊന്നും കഴിച്ചില്ലേ? സൗത്ത് ആഫ്രിക്ക. അത് 1500 ദിർഹംസ് എന്തോ ആണ്. പക്ഷെ ഇത് കൂടുതലാ. ഏതാ സ്റ്റേക്കിനോ? പക്ഷെ വേറൊരു കാര്യം, ഞങ്ങൾ കഴിച്ചത് സൗത്ത് ആഫ്രിക്കൻ വാഗ്യു ആണ്. അല്ല, നമ്മൾ കഴിച്ചത് ജാപ്പനീസ് ആക്ച്വൽ വാഗ്യു. ജപ്പാനിൽ പോയി മറ്റേ സാധനത്തിലല്ലേ, മറ്റേ ലൈവ് ആയിട്ട് ഇങ്ങനെ അതാണ്. അത് 1500 ദിർഹംസ്. 1500 ദിർഹം. അതാണ് ഇവിടെ ഉണ്ട് ബ്രോ. ആ നമ്മൾ എന്നാ കഴിച്ചാൽ എത്ര? 500 600 495 ദിർഹംസ്. 490. അങ്ങനെ നോക്കിയാൽ എന്റെ ഏറ്റവും എക്സ്പെൻസീവ് ഫുഡ് അതാ. അല്ല, ഞങ്ങൾ 2 പേർക്ക് വാങ്ങി. അതിൽ ഒരു ഹോട്ട് പോട്ടും വാങ്ങി, ഈ ബീഫ് സ്റ്റേക്കും വാങ്ങി. കണ്ടുപടി. ഹോട്ട് പോട്ടാണ്. ഹോട്ട് പോട്ട് ഇങ്ങനെ ഭയങ്കര തിൻ, അത് കുറച്ച് ഗ്രാമേ ഉള്ളൂ. വയറൊന്നറിയില്ല. ഇല്ല, വയറൊന്നും അറിയില്ല. 1500 ദിർഹത്തിനോ? വയററിയില്ല. അവർക്ക് അത്രേ കഴിക്കൂ. വയറൊന്നും അറിയില്ല. അവരൊരു 5-6 നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ കുറച്ച് ഞങ്ങളാണെങ്കിൽ ഒരു കിലോ ചോറ്, പിന്നെ ക്യാവിയർ കഴിച്ചിട്ടുണ്ട്. 1 കിലോ ക്യാവിയർ. അതാണ് എനിക്ക് മനസ്സിലായത്. 1 കിലോ ചോറോ? ഒരു നേരം 1 കിലോ ചോറാണോ കഴിക്കുന്നത്? എല്ലാവരും കൂടെ. അല്ല, 1 കിലോ ചോറാണോ കഴിക്കുന്നത് ഒരു നേരം? ചിലര് കഴിക്കുമോ? നാളെ എന്റെ വീട്ടിൽ 1 കിലോ ചോറ് കഴിക്കാറ് എന്റെ മുന്നിൽ കഴിക്കണോ? അല്ല, മോട്ടിവേഷൻ എന്തെങ്കിലും പറയണം പിള്ളേർക്ക്. മോട്ടിവേഷൻ ഉള്ളല്ലോ. ഞാൻ കാര്യം പറയട്ടെ.
എനിക്ക് നിങ്ങളുടെ അടുത്ത് 3 പേർക്ക് കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ചോദിക്കും. ഇത്ര നേരം ആർട്സ് ആയിരുന്നു, സ്പോർട്സിലേക്ക് പോകാം. എന്തായിരുന്നു താങ്കളുടെ സ്കൂൾ ടൈം കോളേജ് ടൈമിലെ സ്പോർട്സ് ആക്ടിവിറ്റീസ്? ബാസ്കറ്റ്ബോൾ കോളേജ് സ്ഥിരം കളിക്കുമായിരുന്നു. സ്കൂൾ ടീമിലെ കോളേജ് ടീമിലൊക്കെ ഉണ്ടായിരുന്നു. സ്കൂളിൽ അധികം സ്പോർട്സിലൊന്നുമില്ല. കോളേജിൽ ബാസ്കറ്റ്ബോൾ പൊക്കം ഉള്ളതുകൊണ്ട് മാത്രം. പൊക്കോളം മാത്രം. അപ്പം ബോൾ കൈ തരത്തേ ഉള്ളൂ, ഇടാനൊന്നും അറിയത്തില്ല. ആൾക്കാർ ബോൾ ഇങ്ങനെ ആക്കൂലേ, തട്ടിയിടുക, തട്ടികളെ അവിടെ കൊണ്ട് പ്രതി പോലെ വെച്ച് പന്തെടുത്ത് അത് ഇടാൻ പറഞ്ഞ വല്ലപ്പോഴൊക്കെ വീഴും. അപ്പൊ ഇപ്പോഴും ബാസ്കറ്റ്ബോൾ കളിക്കാൻ അറിയോ? അപ്പൊ കളിക്കാൻ അറിയാം, കളിക്കറിയാം, റൂൾസ് എല്ലാം അറിയാം, അത്യാവശ്യം അറിയാം. അപ്പോൾ ആകെ അറിയുന്ന സ്പോർട്സ് ആക്ടിവിറ്റി ലൈക്ക് കളിക്കുന്നത് ഇതും പിന്നെ ഫുട്ബോൾ കളിക്കും. എനിക്ക് ക്രിക്കറ്റ് പറ്റൂല. എനിക്ക് ക്രിക്കറ്റിൽ ഞാൻ മറ്റേ ത്രോ ആവും. നമ്മള് മറ്റേ ബോൾ മോഹൻലാൽ എറിയുന്ന പോലെ. ചക്കി ലാലേട്ട് അങ്ങനെയാണ് അറിയണത്. നീ അറിയണ ഞാൻ മടക്കിയാണ് അറിയണത്. ലാലേട്ടൻ ബ്രോ. എല്ലാരും ഇങ്ങനെ അറിയണമെന്ന് പറയുമല്ലേ. മറ്റേത് ഞാൻ ഇങ്ങനെ അറിയും. അപ്പൊ നിങ്ങൾ Throw ആണ്. ത്രോ ആയിരുന്നു. അപ്പൊ ഫുട്ബോൾ പിന്നെ വരണ ബോളിന് അടിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഇല്ല. എന്നെ അവസാനമാണ് ഇറങ്ങണം. മറ്റേ ആള് തികയാത്ത ക്രിക്കറ്റ് കണ്ടാൽ മനസ്സിലാവും റൂൾസ് എല്ലാം. പന്ത് ഓടിയെടുക്കാൻ എനിക്കറിയാം. ഫീൽഡ് ചെയ്യാൻ അത് നിങ്ങളെന്തിനാ ഓടുന്ന കാലം നടന്നു പോയാൽ പോലെ ഇത്ര അങ്ങ് എത്തത്തില്ല. ബോളിന് ഓടി വരുമ്പോ ഓടിയൊക്കെ ഇങ്ങനെ ഞെരങ്ങിയൊക്കെ വീണ് ഇങ്ങനെ എടുത്തിട്ട് എറിയില്ലേ, അത് ചെയ്യും. ക്രിക്കറ്റ് ഫുട്ബോൾ കളിക്കാൻ അറിയാം. നീ പറയണ ഞാൻ 6ാം ക്ലാസ് വരെ കളിച്ചിട്ടുള്ളൂ ഫുട്ബോൾ. എന്താണ് കളിച്ചത്? നാട്ടിലുള്ള ഫുട്ബോൾ. അത് കഴിഞ്ഞ് കളികൾ മാറ്റി ഇല്ലേ? മാറ്റി കളികൾ പറയൂ. മറ്റേ കളികൾ ക്യാരംസ്. ശരിക്കും മറ്റേ അത് മറ്റേ ആളെ പോലെയൊക്കെ അടിച്ച് ചെയ്യോ? ഇല്ല, അതൊന്നുമില്ല. കാണിച്ചിട്ട് ഇങ്ങനെ ഒരു അടി അടിച്ചിട്ട് ഇങ്ങനെ അല്ല, ഞാൻ പറഞ്ഞ PT പീരീഡില് സ്കൂളിലല്ലേ സ്പോർട്സ് കളിച്ചിട്ടുള്ളൂ. പിന്നെ ഒരു വ്യത്യാസമുണ്ട്. നിങ്ങൾ ചോദിച്ചില്ലേ ദുബായ് കിഡ്സിന് നാട്ടിലെ വ്യത്യാസമൊന്നും? ദുബായ് കിഡ്സ് സ്പോർട്സ് ആക്ടിവിറ്റീസ് ഭയങ്കര കുറവാണ് നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പുള്ളിയുടെ മോൻ ഇപ്പൊ ഫുട്ബോൾ കളിക്കണം. ഞാൻ പറഞ്ഞത് കുറവാണെന്നാ പറഞ്ഞത്. നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഒരിക്കലും ഇല്ല. നാട്ടിലേക്കാട്ടിലും ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ ദുബായിലുണ്ട്. ഒരിക്കലും ഞാൻ ഫുട്ബോൾ പ്ലെയർ ആണ്. നിന്റെ നീ കളിക്കോ? ഏത്? നിന്റെ അനിയൻ കളിക്കോ? എന്റെ അനിയൻ കളിക്കും. ഫുട്ബോൾ കളിക്കോ? ക്രിക്കറ്റ് കളിക്കോ? ക്രിക്കറ്റ് കളിക്കില്ല. നമ്മൾ നാട്ടിൽ പോയി കളിക്കുന്ന പരിപാടിയല്ല അത്. നമ്മള് കുഞ്ഞിലോട്ടെ കളിക്കും. അതുണ്ട്. അതുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് അതാണ്. അല്ലല്ല, ഇവിടെ എല്ലാരും ഫുട്ബോൾ കളിക്കുന്നില്ല. ഞാൻ കളിച്ചാറില്ല, കാരണം എനിക്ക് താല്പര്യം. ഞാൻ അനുഭവിച്ച കാര്യം പറയാം. ഞാനിവിടെ സ്കൂളിൽ നാഷണൽ ലെവലൊക്കെ ഞാൻ കളിച്ചാണ്. അതിനുശേഷം നാട്ടിൽ പോയി ഞാൻ കോളേജിൽ പഠിച്ചു ക്യുസാറ്റിലാണ്. ക്യുസാറ്റിൽ പഠിച്ചപ്പോൾ ഈ ട്രയൽസിന് ഞാൻ പോയി. ട്രയൽസിന് പോലും എനിക്ക് ട്രെയിനിങ് അവിടെ ഇറങ്ങാനുള്ള അപ്രൂവൽ എനിക്ക് തന്നിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയോ? എനിക്ക് ജില്ലാ തരത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഇല്ല. എൻ്റെ അടുത്തുള്ളത് ഒരു UAE സർട്ടിഫിക്കറ്റ്സ് ആണ് ഫുട്ബോൾ കളിച്ചത്. അതുകൊണ്ട് എന്നെ അലോ ചെയ്തില്ല. എന്നിട്ട് ലാസ്റ്റ് മിനിറ്റ് ഒരാൾ ഇഞ്ചുറി ആയപ്പോഴാണ് കയറിക്കോ സ്ട്രൈക്കർ പൊസിഷൻ. അതിനുശേഷം ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ ജനിച്ച അന്ന് തൊട്ട് നമ്മുടെ സ്കൂളിലൊക്കെ ക്രിക്കറ്റ് ഫുട്ബോൾ എല്ലാം ഉണ്ട്. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മോസ്റ്റ്ലി പിള്ളേർ ഗെയിമിങ്ങിലും അതൊക്കെ ഇപ്പോ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ആൾക്കാർ കുറവാണ്. ഇവിടെ ഈ സ്പോർട്സും ഇവിടെ എസ്പെഷ്യലി ഫുട്ബോളിനും ഭയങ്കര ഇവിടെ നമ്മൾ ടൂർണമെന്റ് പോകുമ്പോ ഇവിടുത്തെ ആരും ഞാൻ കാണാറില്ല. എല്ലാ നാട്ടിലെ ആൾക്കാരും എല്ലാം പ്രവാസി. അത് നിങ്ങൾ കളിക്കുന്ന ക്രിക്കറ്റ് അല്ലേ? ക്രിക്കറ്റ് ഇവിടെ ആരും ക്രിക്കറ്റിൽ ആൾക്കാർ ഭയങ്കര കുറവാണ് അല്ലേ? ക്രിക്കറ്റ് ഇല്ല. ഇവര് ക്രിക്കറ്റ് പ്ലെയർ ആണെന്ന് പറയാൻ വേണ്ടിട്ടാണ്. നീ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു ക്യാരംസും. ഞാൻ വേണമെങ്കിൽ എഗ്രി ചെയ്യാം. നാട്ടിൽ ഇഷ്ടം പോലെ ക്രിക്കറ്റ് ഇവിടെ ആൾക്കാർ ഇതൊക്കെ തെറ്റാണ്. ക്രിക്കറ്റും ഫുട്ബോളും ഈക്വലി ഇവിടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറവാണ്. നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര കുറവാണ്. നാട്ടിലെ മീൻസ് ഇന്ത്യ എക്സ്പോഷറും ഇന്ത്യയിൽ വെച്ച് നീ ഇവിടെ നിന്ന് ഒരു ക്രിക്കറ്റ് കളിക്കുകയാണ്. ഇൻഡോർ ക്രിക്കറ്റ് കളിച്ച് നാണം കണ്ട ഞാൻ കണ്ടു. എന്റെ പൊന്നു എനിക്ക് ആ കളിയെ പറ്റി അറിയത്തില്ലായിരുന്നു. ഇൻഡോർ നീ മനസ്സിലാക്കേണ്ടത് നാട്ടിലേക്ക് പോയത്. ഇൻഡോർ ഇവിടുത്തെ കളി അത് സ്ഥിരം കളിക്കുന്ന കളിയാണോ ഇൻഡോർ ആൾക്കാർ? ആരെ പറഞ്ഞ സ്ഥിരം കളിക്കുന്നല്ല. ഇവിടുത്തെ ആൾക്കാർ കുറച്ച് ആൾക്കാർ സ്ഥിരം. നാട്ടിലെ ഇൻഡോർ സാധനം ഇല്ല, മൊത്തം ഗ്രൗണ്ട് അല്ലേ? ഇപ്പൊ ഇൻഡോർ ഒക്കെ അവിടെ ഫേമസ് ആണ്. എവിടെ? എല്ലായിടത്തും ഫേമസ് അല്ലേ? ബോംബെ 100% ഒരു 40% പേര് ഇൻഡോർ കളിക്കുമായിരിക്കും. ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് സ്പോർട്സ് പാഡൽ ടെന്നീസ് ആണ്. അത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ. അതിവിടാണ് ഏറ്റവും കൂടുതൽ. അല്ല, ഇവിടെ സ്പോർട്സ് ഉണ്ട്, ക്രിക്കറ്റ് ഇല്ല. ഇൻഡോർ സ്റ്റേഡിയം പിന്നെ മറ്റേ നിന്റെ അടുത്തുള്ള സാധനത്തിന്റെ പേര് അൽ നാസർ സ്റ്റേഡിയം. അൽ നാസർ സ്റ്റേഡിയം ഇതൊക്കെ എന്നേ ഉണ്ട്. അൽ നാസർ സ്റ്റേഡിയം ഷാർജ കപ്പ് എന്നും പറഞ്ഞു ഇവിടുത്തെ ആൾക്കാരുടെ ഷാർജ കളിച്ച് നടക്കുവാണോ? അവിടെ ട്രെയിനിങ് നാട്ടിൽ എത്ര പേര് നിങ്ങൾക്ക് അറിയാം? നാട്ടില് ഫേമസ് ആയ എത്ര പേരുണ്ട്?
നാട്ടിലിപ്പോ സഞ്ജു സാംസൺ നോക്ക്, ഒരാളല്ല, പുള്ളി ഒരു ഇവിടെ 10 പേര് ഉണ്ട് വേറെ. ലൈക്ക് ശ്രീശാന്ത്, ബേസിൽ തമ്പി, പിന്നെ അതല്ല ഇപ്പോഴത്തെ, അതൊക്കെ പഴയ ആൾക്കാരല്ലേ. നീ പറഞ്ഞ ഇപ്പൊ ആക്റ്റീവ് ആണല്ലോ, ഇപ്പോഴത്തെ ഇപ്പം നാട്ടിൽ കിടക്കുന്ന വലിയ ടൂർണമെന്റുകളാണ്, KCL, KPL, അങ്ങനെ കുറെ സാധനങ്ങൾ. അതിനകത്തെല്ലാം പുതിയ പുതിയ ആൾക്കാരെ വരുന്നത്. അതൊക്കെ ഇവിടെയും KCL-ഉം KPL ഒക്കെ നടക്കുന്നുണ്ട് ഇഷ്ടംപോലെ. നോർമൽ ഞാൻ ഒരു കാര്യം അല്ല, പറയാം. ഇത് പോകാൻ ഉദ്ദേശിക്കുന്ന ക്രിക്കറ്റിനെ പറ്റിയാ ചോദിക്കുന്നത്. അതെ, എടാ, ക്രിക്കറ്റിനെ പറ്റി ക്രിക്കറ്റ് ഞാൻ മാത്രമല്ല, പറയുന്നത്. ക്രിക്കറ്റ് overall, അല്ല, ഓവറോള് ഫുട്ബോൾ ഭയങ്കര, എന്റെ അനിയൻ കളിക്കുന്നുണ്ട്. നീ അക്കാഫിന്റെ ടൂർണമെന്റ്സിന് പങ്കെടുത്തു. റൊണാൾഡോ കളിക്കണ സൗദിയുടെ ടീമിനടാ. എടാ ആന്ന് കമ്പയർ എല്ലാം കൂടെ സ്പോർട്സ് ഒക്കെ കമ്പയർ ഖത്തറില് ഫുട്ബോൾ നടന്നടാ. എന്തെങ്കിലും നാട്ടിലെ ആൾക്കാര് ക്രിക്കറ്റ് ഓക്കെ, ക്രിക്കറ്റ് ഓക്കെ, അത് ഞാൻ സമ്മതിച്ചു, അത് നമ്മുടെ കളിയാണ്. പക്ഷെ ഫുട്ബോൾ ഞാൻ പറഞ്ഞു, എന്റെ ക്ലാസ്സിൽ എപ്പ ബ്രേക്ക് വന്നാ നേരെ ഗ്രൗണ്ടിലേക്ക് പോകുന്നത്. കാരണം അത്രയും നല്ല ഗ്രൗണ്ടാ. പിന്നെടാ ഇവിടെ ക്രിക്കറ്റ് സ്റ്റേഡിയം ഇല്ലേ ദുബായ്, ഞാൻ കണ്ടതില് മോസ്റ്റ്ലി ആൾക്കാർ ഇവിടെ പിള്ളേരെല്ലാം അത് മൊബൈൽ കൊമേഴ്ഷ്യൽ പിള്ളേരെല്ലാം മോസ്റ്റ്ലി ഫോൺ അഡിക്റ്റും വീട്ടിലിരുന്ന് ഗെയിമിംഗ് ആണ്. നാട്ടിലിപ്പോ എന്താ, നാട്ടില് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇപ്പൊ കഴിഞ്ഞ വർഷം നാട്ടിൽ പോകുമ്പോ ഗ്രൗണ്ടൊക്കെ എംറ്റിയാ, പുല്ല് പിടിച്ച് കാടായി. അവിടെ കളിക്കുന്നില്ല ആരും, എല്ലാരും ഫോൺ ഇട്ടിട്ട് മറ്റേ ഞാൻ കളിക്കണല്ലേ പിള്ളേര്. ടർഫുണ്ട് ഇഷ്ടം അപ്പൊ അത് കളിയല്ലേ കളിയാണ്. ഞാൻ പറഞ്ഞ ഇവിടുത്തെ കാര്യം, ഇവിടുത്തെ ഇവിടെയും ടർഫും പിള്ളേരൊക്കെ ഉണ്ട്. ഗ്രൗണ്ട്സ് ഞാൻ നിനക്ക് കാണിച്ചു തരാം. എടാ മറ്റേ നീ പറയണ സ്ക്രീൻ ഓൺ ടൈം ഉണ്ട്, അതില്ലെന്ന് പറയണില്ല, അത് നമുക്കും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്, ഈ ലോകത്തും എല്ലാവർക്കും ഉണ്ട്. കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കൂടുതലാടാ, ഇവിടെ കൂടുതലാണ്. ഇവിടെ അല്ല, എല്ലായിടത്തും ഇന്ത്യയിൽ കൂടുതലല്ലേ, ഇന്ത്യയിൽ കൂടുതലാണ്. നമ്മുടെ നാട്ടിലും ഇവിടെ ഏറ്റവും കൂടുതൽ ചീപ്പായിട്ട് മറ്റേ ഡേറ്റ കിട്ടുന്ന സ്ഥലം നമ്മളെ നാടാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വൈഫൈ മീൻ ഓൺലൈനുള്ള നാട്ടിലാണ്. ശരിയാണ്, പക്ഷെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ കൂടുതലല്ല നിങ്ങൾ പറയുന്നത്. ഞാൻ കൂടുതലല്ല അല്ല, അതായത് ഇപ്പൊ ഗെയിമിങ്ങിന്റെ കോൺസെപ്റ്റിലാണ് പോണെങ്കിൽ എല്ലായിടത്തും ഈക്വലും ആണ്. ഐ സ്റ്റിൽ ഫീൽ ഇപ്പോഴും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്ന സ്പോർട്സും കാര്യങ്ങളൊക്കെ ഇപ്പോഴും പിള്ളേർ ഇൻട്രസ്റ്റഡ് ആണ്. ഈ സ്പോർട്സ് എന്ന് പറയുന്ന സാധനം, ഈ സ്പോർട്സ് എന്ന് പറയുന്നതിനും ഉണ്ട്. അല്ല, എന്റെ അനിയൻ ചെറിയ അനിയനൊക്കെ ഇപ്പോഴും ഫുട്ബോൾ കളിക്കാൻ ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്, പ്രാക്ടീസ്. ഞാൻ നാട്ടിലുള്ള ആരും അങ്ങനെ പോകുന്നുണ്ടല്ലോ. എന്റെ മോനും ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്, ആക്റ്റീവ് ആണ്, കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നിന്റെ ഏതാടാ ഫേവറേറ്റ് ക്രിക്കറ്റ് സ്പോർട്സ്? എനിക്ക് ഫുട്ബോൾ. ആ എന്റെ ഫേവറേറ്റ് ഫുട്ബോളാണ്. കളി വിട്ടത് ഇതിന് മുന്നേ ഞാൻ ഫുട്ബോൾ ആണ് കളിച്ചോണ്ടിരുന്നത്. എനിക്കിപ്പോ പറ്റത്തില്ല കളിക്കാൻ, പുള്ളിനെ കൊണ്ട് എനിക്ക് പറ്റില്ല. അത് എന്നെ അറിയുന്നവർക്ക് അറിയാം. സ്കൂളില് ഞാൻ സ്കൂൾ ടീമിലൊക്കെ ഉണ്ടായിരുന്നു ഫുട്ബോളിൽ. ഞാൻ ക്രിക്കറ്റ് ആയിരുന്നു കളിച്ചോണ്ടിരുന്നത്. ഇപ്പോഴാണ് ക്രിക്കറ്റിലോട്ട് ആയത്. ഫുട്ബോൾ ആയിരുന്നു പണ്ട് കളിച്ചത്. ഇതെന്ത് മറിമായും ക്രിക്കറ്റായി അതെല്ലാം കാണുന്ന എല്ലാവർക്കും അറിയാം. സീരിയസ്ലി ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയത് ബികോമിൽ. അവർക്കറിയില്ലെന്ന്. ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയത് ബികോം ജോയിൻ ചെയ്ത് പിന്നെ അവിടെ ഗ്രൗണ്ട് കിട്ടിയ പിന്നെയാണ് ക്രിക്കറ്റിൽ. കാരണം ഞാൻ ക്രിക്കറ്റ് എപ്പോഴും പുറത്തിരിക്കുന്ന ആളായിരുന്നു. അനിയനായിരുന്നു കളിക്കുന്നത്. അനിയനായിരുന്നു സ്കൂൾ ടീമിൽ കളിച്ചിട്ടില്ല. അവിടുന്നാണ് ക്രിക്കറ്റ് ടീമിൽ ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയത്. ഫുട്ബോൾ ആയിരുന്നു കൂടുതൽ കളിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഫുട്ബോള്, ഞാൻ ഫുട്ബോൾ, ക്രിക്കറ്റ്, വോളിബോൾ. ഫുട്ബോൾ കളിച്ച് കാലൊടിഞ്ഞ് എനിക്കറിയാം, ലിഗമെന്റ് പോയി. പിന്നെ ബാസ്കറ്റ്ബോൾ. കോളേജ് അതാ എല്ലാം കോളേജ് വരെ കളിച്ചിട്ടുണ്ട്. കോളേജ് യൂണിവേഴ്സിറ്റി ടീംസിനൊക്കെ കളിച്ചിട്ടുണ്ട്. എനിക്ക് തീരെ സ്പോർട്സ്. നീ ക്യാരംസോടെ നിർത്തിയാ? അല്ല, ഞാൻ പിന്നെ കളിച്ചിരുന്ന ക്യാരംസ്. പണ്ടായിരുന്നു ഫുട്ബോൾ കളിച്ചിരുന്നത്, ഒരു 6ാം ക്ലാസ് ഒക്കെ വരെ. പിന്നെ സ്പോർട്സിലോട്ട് എനിക്ക് ആർട്സ് ആണ് പണ്ടേ ഇഷ്ടം. പാട്ടോട് പുള്ളി പാടും. ഞാൻ പടം വരെ ആയിരുന്നു ക്ലാസ്സിൽ. ആണല്ലോ, ഞാൻ പടം വരെ ആയിരുന്നു കൂടുതൽ ക്ലാസ്സിൽ. ബ്രേക്ക് ടൈം പടം വരയ്ക്കും. പടം വരയ്ക്കും. ഇവൻ പഠിക്കാൻ ഞാൻ കണ്ടിട്ടില്ല. ഞാനും പടം വരയ്ക്കായിരുന്നു പണ്ട്. നീ ഏത് മറ്റേ മലയും മറ്റേ 2 പ്രാവും പോണല്ലേ, അത് ഞാനും വരയ്ക്കുമായിരുന്നു. അല്ല സീരിയസ്ലി. അല്ല, ഞാൻ ഇതില് മറ്റേ നമ്മളെ ലാസ്റ്റ് ഐപാഡിൽ വരച്ചിരുന്നു. മറ്റെന്താ നമ്മളെ നീയാണ് വരച്ച B60 ആർട്ട്? അല്ലല്ല, അത് വരയ്ക്കാം. അത് വരയ്ക്കാനുള്ള കഴിവുണ്ട്. ഇപ്പൊ അല്ല, ലൈക്ക് നിന്റെ ഫോണിൽ കിടപ്പുണ്ടോ? ഫോണിൽ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്, പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മോഹൻലാൽ വരച്ചിട്ടുണ്ട്. ലാലേട്ടന് കാണിച്ചു കൊടുക്കണല്ലേ? ഞാൻ ആരെ വരച്ചിട്ട് കൊടുത്തത്, ഗിഫ്റ്റ് കൊടുത്തത്? ഞാൻ ജയസൂര്യനെ വരച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പുള്ളിക്ക്. ജയസൂര്യന്റെ മകനും കൂടെ വരച്ചിട്ട് പുള്ളിക്ക് ഡയറക്റ്റ് കൊടുത്തു. അതാണ് ലാസ്റ്റ് വരയ്ക്കുന്നത്. സൊറബറയില് പറഞ്ഞ ആൾക്കാർക്ക് യാസറിന്റെ വക പെയിന്റിങ് ലാസ്റ്റ് കൊടുത്തത് ജയസൂര്യക്ക്. പിന്നെ വരച്ചിട്ടേ ഇല്ല. ഗൈസ്, നമുക്ക് ഇവിടെ ഗസ്റ്റിനെ കൊണ്ടുവരണം. നമ്മൾ ഇത്ര 4 പേരാണ് കോൺസ്റ്റന്റ്. ഇനി ഗസ്റ്റ് ഒക്കെ വരും അല്ലേ? ലാലേട്ടൻ, മമ്മൂക്ക, ഷാറുഖ് ഖാൻ. ഇങ്ങനെ ഒരു മൈക്ക് കൊടുത്താൽ അതന്നെ. അത് സത്യം. രാവിലെ വെച്ചാ മതി, ഉറങ്ങി. അയ്യോ, നിനക്ക് വരാൻ പറ്റൂലല്ലേ? 8 മണിക്ക്. എന്റെ ആഗ്രഹം ലാലേട്ടൻ, മമ്മൂക്ക, SRK,
എന്റെ ദുൽഖർ. DQ ഡെഫിനറ്റ്ലി. നിവിൻ പോളി, ഷാറുഖ് ഖാൻ ടൊവിനോ. ഷാറുഖ് ഖാൻ ലാസ്റ്റ് ഗ്രാൻഡ് ഫിനാലെ. ഓക്കെ. സീസണിന്റെ ലാസ്റ്റ്. നിനക്ക് വേറെ ആരും വരുന്നുണ്ടോ? എനിക്ക് സഞ്ജു സാംസൺ, സച്ചിൻ ടെണ്ടുൽക്കർ, AR റഹ്മാൻ, കിയാനു റീവ്സ്. എനിക്ക് ഇവരെയൊക്കെയാണ്. ഓ കിയാനു റീവ്സ്. എനിക്ക് വിരാട് കോഹ്ലി ഒക്കെ വരണമെന്നുണ്ട്. എനിക്കും ഉണ്ട്. ആഗ്രഹിക്കാമല്ലോ, അതിനിപ്പോ ആരും പൈസ കൊടുക്കണ്ടല്ലോ. ഞാൻ മാനിഫെസ്റ്റ് നടക്കും. എല്ലാവരും ആരൊക്കെ വരും എന്ന് പറയാൻ ഇല്ല, പക്ഷേ ഞാൻ പറയുന്ന എനിക്ക് അടുത്ത manifest പൃഥ്വിരാജ് ചെയ്യാനുള്ള വരും. നമുക്ക് അല്ല, എനിക്ക് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് എത്ര രൂപ വേണം ഇപ്പൊ ചെയ്യാൻ? ഇപ്പം ചെയ്യാൻ കറക്റ്റ് 99 dirhams മതി. ആരെ ചെയ്യാൻ പോകുന്നത്? ആരെ ചെയ്യാൻ പോകുന്നത്? വിരാട് കോഹ്ലി, സഞ്ജു സാംസൺ. സഞ്ജു സാംസൺ. ഓക്കെ, തുടങ്ങിയോ? അത് ചേട്ടാ, പിന്നെ വേൾഡ് കപ്പ് കളിച്ചപ്പോ അതല്ല ഇത് സഞ്ജു സാംസൺ അല്ല, കൊച്ചു മറ്റേ ഇതാണ് കൊച്ചു പ്രേമൻ. കേട്ടോ അത് പിന്നെ കേട്ടായിരുന്നോ? എനിക്ക് പൃഥ്വിരാജിനെ കൊണ്ടുവന്നു. എന്റെ ഈ സ്റ്റൈലല്ലേ അതുവരെ എനിക്കൊണ്ടിരിക്കാലോ. അപ്പൊ ഞാൻ പുള്ളിയുടെ ഇതാക്കും, എന്റെ ഈ സ്റ്റൈലല്ലേ, ഫിഗർ അല്ലേ. പോണ വഴിക്ക് പറഞ്ഞ കല്യാണത്തിലെ ആദ്യ സൈസ് തുടങ്ങി. ഞാൻ അവിടെ ഇറങ്ങാൻ നേരത്തെ അവിടെ നിന്ന് പറയും പോയി കഴിഞ്ഞാൽ ഒരുപാട് പേടിക്കും. മറ്റൊരു പറയാം. ഇന്നത്തോടുകൂടി തീരുമാനമാവും. പേര് നിങ്ങൾ പറയണം. അൽ പോഡ്കാസ്റ്റ് അറബിയിൽ എഴുതാം. അൽ പോഡ്കാസ്റ്റ്. The next stop is Burjuman. അറബിയിൽ അതായിരിക്കും. ഒന്നാതെ നമ്മുടെ കണ്ടന്റ് ക്രിഞ്ചാണ് ആൾക്കാർ പറയുന്നത്. എന്തിനാണ് കാണിച്ചെടുക്കണം? അപ്പൊ ഒന്നുകൂടി ക്രിഞ്ചാക്കണം. ഒരു പുട്ടൻ ടോപ്പിക് ഉണ്ട്. അതെ, ബിഗ് ബോസിൽ പോകണം. യെസ്, ഇവിടെ ഈ കൂട്ടത്തിൽ ആകെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു അവനാണ്. അവനെ കൊണ്ടേ പറ്റൂ. ഞാൻ കാണാറില്ല. ഞാൻ കഴിഞ്ഞ വർഷം അത്രക്ക് തൊലിക്കെട്ടില്ല. അവരുടെ ഞാൻ പോയിട്ടില്ല. എനിക്ക് പറ്റൂല. ഞാൻ എന്റെ ചിന്തിക്കാൻ വയ്യ. എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറെ സപ്പോർട്ട് എനിക്ക് വേണം ഗൈസ്. എന്റെ മാക്സിമം കോണ്ടാക്ട് വെച്ച് ഞാൻ കേട്ടിരിക്കുക. ഞാൻ നോക്കും എന്ത് എവനെ കേട്ടെ. ഒന്നും പറ്റില്ല, മതിലിന്ന് അവിടെ തള്ളിയിട്ടെങ്കിലും കയറ്റും. എന്തിനാടേ എനിക്ക് പോണം. എനിക്ക് ഭയങ്കര ആഗ്രഹം. അവിടെ കണ്ണാടിയൊന്നും വെക്കാൻ പറ്റൂല. കണ്ണാടിയൊന്നും വേണ്ട. എടാ ഞാൻ നോക്കി, ഞാൻ ഫുള്ള് മാറി. എന്റെ ലൈഫ് സ്റ്റൈല് മൊത്തം സെറ്റൊക്കെ ഞാൻ ഇവിടെ. ഭക്ഷണം പോലും വരെ കിട്ടില്ല. ലാലേട്ടനെ കണ്ട നീ എന്താ പറയും? ഞാൻ ഫുള്ള് ഫണ്ണായിരിക്കും. ഹൈ ലാലേട്ട, എന്താ മോനെ വിശേഷം? ലൈൻ കട്ട്. ഞാൻ കുറച്ച് ലാലേട്ടനെ ഇങ്ങനെ കാണിക്കും. ഫാനാണോ? ഫാനാണ്, മോട്ടറാണ്, വാഷിംഗ് മെഷീനാണ്, ഫ്രിഡ്ജാണ്, എല്ലാം പറഞ്ഞേ. ഞാൻ വലിയ ഫാനാ. ഞാൻ വലിയ ഫാനാ. ഞാൻ ലാലേട്ടൻ. ഇല്ല, എത്ര പേര് മമ്മൂട്ടി ഫാൻ ഉണ്ട്? അല്ല, പുള്ളി ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ ഓക്കെ. ഇഷ്ടമല്ല, ഫാൻ ഫോളോയിങ്. ഓ, ഒരു വൺ മമ്മൂക്ക ഫാൻ. ലാലേട്ടൻ ഫാൻസ് കൈ വയ്ക്കേ. നീ ലാലേട്ടനാണോ? പിന്നല്ലാണ്ട് നമ്മ കട്ട ലാലേട്ടൻ. വിജയ് ഫാൻസ് ഒന്ന് കൈ വയ്ക്കേ. എനിക്ക് ആളുണ്ടേ. സൂര്യ ഫാൻ. സൂര്യ അങ്ങനെ ഫാനൊന്നും അല്ല, സൂര്യ ഇഷ്ടമാണ്. ചതിയ ഒറ്റയ്ക്ക് ആക്കിയല്ല. അജിത്ത് ഫാൻ. എനിക്ക് പുള്ളി ഇഷ്ടമാണ്. ഞാൻ പുള്ളി എല്ലാം ഫാൻ ആക്കാൻ മാത്രം. സിൽക്ക് സ്മിത ഫാൻ. സണ്ണി ലിയോൺ ഫാൻ.
മിയ ഖലീഫ അല്ല ഷക്കീല ഫാൻ ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടില്ലടാ. ഷക്കീൽ ഇഷ്ടമല്ലേ? അശ്ലീലം എടാ ചോട്ടാ മുമ്പിൽ സൂപ്പർ ആയിട്ട് അവർ അഭിനയിച്ചേ. അത് മാത്രം നീ കണ്ടുള്ളൂ. അല്ല അയ്യോ ഞാൻ അത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത് മറ്റേ സണ്ണി ലിയോണ് മറ്റേ എന്നിട്ടാണ് ചാരിറ്റി കൊടുത്ത് ഫാനായെന്ന് പറയുന്ന പോലെ. സണ്ണി ലിയോന്റെ പടങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഏതാ കണ്ടുള്ളൂ ഏതൊരു ഓ ശരി ശരി, നീ കണ്ടിട്ടില്ല, ഇവിടെ ആരും കണ്ടിട്ടില്ല, പടങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. ക്ലിപ്പ് മാത്രമേ പടങ്ങൾ സി ഡി ഇട്ടിട്ടുണ്ട്, പടങ്ങൾ ഞാനൊക്കെ പെൺഡ്രൈവ് വേറെ കാര്യം അറിയോ, ഇപ്പോഴും ഓർമ്മയുണ്ട്. വീട്ടിലെ മമ്മിയിലെ സമയത്ത് സി ഡി ഇട്ടിട്ട് മമ്മി വരാനത് കറണ്ട് പോയി. ഒന്ന് കുഞ്ഞിരാമായണം അത് എനിക്കും പറ്റിയിട്ടുണ്ട്. അത് പറ്റുണ്ട് എനിക്ക്. ഒടേ അത് വൻ സീനായിരുന്നു കേട്ടോ. ഇതിനായിട്ട് എന്റെ വീട്ടുകാരത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എക്സ്ക്ലൂസീവ് ആണ് ഗൈസ്, എക്സ്ക്ലൂസീവ്. അതായത് ഞാൻ പണ്ട് കൊച്ചിലെ എന്ന് പറയുമ്പോൾ എനിക്ക് എത്ര 8ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നത്. അവിടുത്തെ ചേട്ടായി സി ഡി വന്നു. സിനിമയുടെ പേരൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മ, ട്വിസ്റ്റഡ്. അതൊക്കെ പിള്ളേർ പോയി ഡൗൺലോഡ് ചെയ്യും. ഇല്ലടാ ഞാൻ തപ്പി കിട്ടിയിട്ടില്ല. അപ്പൊ ഇത് തന്ന് ഞാൻ കണ്ട്, എന്നിട്ട് എന്തു പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ സി ഡി മറന്നുപോയി, പ്ലെയറിലുള്ള കേസ്. എന്നിട്ട് കറണ്ട് പോയതൊന്നുമല്ല, ഞാൻ സ്കൂളിൽ പോയി തിരിച്ചു പറഞ്ഞ് സനി പൊക്കി. സനി ഇങ്ങനെ ഇത് എവിടെ നിന്ന് കിട്ടി ഈ സി ഡി? ഞാൻ പറഞ്ഞു മറ്റേ ടോം ആൻഡ് ജെറിയിൽ ടോമും വെള്ളയാവൂലേ മൊത്തത്തില്. ഞാൻ ഇങ്ങനെ നിൽക്കുക, മൈൻഡില് കള്ളവും വരണില്ല. ഞാൻ പറഞ്ഞ് ഏതായി സി ഡി? അത് കോമഡി എന്ന് പറഞ്ഞാൽ ഞാൻ ആ സി ഡി ഇങ്ങനെ മറ്റേ കവറിലാക്കി ഞാൻ അവിടെ കൊണ്ട് വെച്ച്. ഭയങ്കര വേറെ ലെവൽ. സനി പറഞ്ഞ് നിനക്ക് അറിഞ്ഞൂടാ അപ്പൊ ഇതേത് സി ഡി? എനിക്ക് അറിഞ്ഞൂടാ. സനിക്ക് മനസ്സിലാക്കണം, ഇപ്പോഴൊക്കെ കാണുമ്പോ സനി ആലോചിക്കായിരിക്കും ഓഹോ. പക്ഷെ അല്ല പുള്ളി ഒന്നും പറഞ്ഞില്ലേ? പുള്ളി എടുത്തോണ്ട് പോയി. സനി ബ്രോ അല്ല പ്രത്യേക നോട്ടാണ്, സനി സി ഡി ഇതുവരെ തിരിച്ചത്. സനി ബ്രോ പ്ലീസ് ആ സി ഡി എന്റെ അടുത്ത് പറഞ്ഞത് അത് പൊട്ടിച്ച് കളഞ്ഞെന്നാണ്. അത് വിശ്വസിക്കുന്നു. എനിക്കത് പൊട്ടിച്ചോ കത്തിച്ചോ എന്നൊന്നും അറിയാം. വെരി ബിലീവബിൾ. ഡിസംബർ 23-24 നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കണം. ഇതുപോലെ സംഭവം നമ്മുടെ വീട്ടിൽ പണ്ട് നാഷണൽ വലിയ ചാനലിലൊന്നുമില്ല. ഇപ്പൊ ജൂക്ക് ബോക്സ് ഉണ്ട്. ജൂക്ക് ബോക്സിൽ വേറൊരു കഥയുണ്ട്. ജൂക്ക് ബോക്സിൽ വിളിച്ചിട്ട് അനിയനുണ്ട് കൂടെ, അവൻ എന്നിട്ട് 3 വയസ്സിന് ഇളയതാ. അപ്പൊ ഞാൻ ആഷിഖ് ഖാനെ ഇട്ടുകൊണ്ടിരിക്കും, മമ്മി പോകാൻ ഇത് ഒന്ന് അപ്പൊ ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഇത് കാണങ്ങോട്ട് ഒന്ന് ഇത് കണ്ട് പരിപാടി കഴിച്ചിട്ട് മമ്മി വന്നപ്പോഴേ അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇവ എന്റെ പാത്രം എന്താ വേണ്ടി അടങ്ങിയിടാന്ന് പറഞ്ഞു. മമ്മി ഇവ മറ്റേ ആഷിഖ് ഖാനായി അതൊക്കെ ഇരുന്ന് കണ്ടോണ്ടിരിക്കുന്നത് വീട്ടിൽ ഇരുന്ന്, മമ്മി ഇല്ലാത്തപ്പോ ഒന്ന് ആലോചിച്ചു അടിച്ച് പരത്തി മമ്മിയോട്. എനിക്ക് വേറൊരു കോമഡിയുണ്ട്. പണ്ട് സൂര്യ ടിവിയിൽ 12 മണിക്ക് ശനിയാഴ്ച മറ്റേ ബി ഗ്രേഡ് പടം ഇടും. ഞാൻ ഇപ്പൊ രാത്രി വീട്ടുകാർ ഉറങ്ങുമ്പോൾ അപ്പോൾ ഇരുന്ന് കാണുമായിരുന്നു. കോമഡി എന്നറിയോ, ഈ ഒരു ദിവസം ഈ ടി വി പഴയ CRT TV എന്ന് പറഞ്ഞാൽ നമ്മൾ പവർ ഓൺ ചെയ്യുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട്, ഒരു വൃത്തികെട്ടൊരു സൗണ്ടാണ്. ഒരു അമ്മിക്കിട്ട് നമ്മളിങ്ങനെ ഒരു ഒരു സാധനം ഓഫ് ചെയ്യുമ്പോഴുണ്ടാവും. ഓഫ് ചെയ്യുമ്പോൾ സ്ക്രീനിന്റെ നമ്മളിങ്ങനെ പോയി പതുക്കെ പോയിട്ടാണ് ഇടണ. ഇതിട്ട് അപ്പൊ ഇട്ട ഉടനെ തന്നെ നമ്മൾ മറ്റേ ബോളി മാക്സിമം കുറയ്ക്കും. ഇങ്ങനെ ഒരു ഒറ്റ പിടിയാണ് മറ്റേ ഒന്നെങ്കിൽ മ്യൂട്ടില്ല, മറ്റേ ബോഡി ഇങ്ങനെ പൊടന്ന് പറഞ്ഞ് കുറയ്ക്കും. എന്നിട്ട് അപ്പോൾ എന്ത് പറ്റുന്നത്, ഇതിങ്ങനെ 12 മണിയായി എല്ലാവരും ഉറങ്ങിയെന്ന് ഞാൻ വിചാരിച്ചോണ്ടിരിക്കുക. ഉറങ്ങി ഇത് തുടങ്ങി വന്നപ്പോൾ തന്നെ ഡോറ് മറ്റേ കുറ്റി അടക്കണ സൗണ്ട്. വാപ്പ ഞാൻ ഇത് അണച്ചിട്ട് ഓടി വന്നിട്ട് ഇങ്ങനെ ഉണ്ടല്ലേ ഓടി ടേബിളിന്റെ അടിയിൽ ഇരിക്കുക. പുള്ളി ഇങ്ങനെ നോക്കണം, ലൈറ്റൊക്കെ ഇട്ടിട്ട് നോക്കിയപ്പോ താഴെ പുള്ളി എന്താ അതിന്റെ പരിപാടി? അല്ല ഞാൻ എന്റെ എന്തോ കളഞ്ഞു പോയി, നിന്റെ പലതും കളഞ്ഞു പോകും. അയ്യോ പുള്ളിക്കാന്ന് മനസ്സിലായി. അയ്യോ വിറ്റ്. ഇതൊക്കെ കൊച്ചിലേട്ടാ. ഞാൻ ആഷിഖ് ഖാനെ കണ്ടാ തുടങ്ങിയത്. CD ഒന്നുമില്ല, ആഷിഖ് ഖാനെ അല്ല ഞാൻ ഇതൊക്കെ കണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് എനിക്ക് മനസ്സിലായി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്ന്. ഫാഷൻ ടിവിയിൽ രാത്രി 10 മണി കണ്ടിട്ടുണ്ട്.
പക്ഷെ അങ്ങനെ വരുമ്പോ ഒരു ഫീൽ ഇല്ല. എനിക്കാ തോന്നുന്നത്. അത് ഉണ്ട്. കാത്തിരുന്ന് കാണണം. ഇല്ല പക്ഷെ അത് ഒന്നുമില്ല, ക്ഷമ വേണം. ജസ്റ്റ് നടക്കുന്നു അത്രേ ഉള്ളൂ. അത് അതെ പക്ഷെ ആ സമയത്ത് അതൊക്കെ ആ ലോട്ടറിയാണ്. സമയത്ത് അതൊക്കെ കാണാൻ വികാരമാ. ആ സമയത്ത് thrill അതൊക്കെ ഇല്ല. പറഞ്ഞ വലിയ ലോട്ടറിയാ. ആ സമയത്ത് വലിയ ലോട്ടറി ആയിരുന്നു. അതെ, എന്റെ പിന്നെ ഷോട്ട് ഉള്ളായിരുന്നു. ഏത് ഷോട്ട്? അപ്പൊ എന്തിനാണെങ്കിലും ഈ കുൽസിതവും പറഞ്ഞ് നമ്മൾ ഇവിടെ നിർത്തുകയാണ്. അതെ, അതെ, അതെ. അടുത്ത നല്ല കുലിച്ചതായി അടുത്ത ആഴ്ച. നല്ല ബെസ്റ്റ് ടോപ്പിക്കുകൾ ഗൈസ്. അപ്പോ താങ്ക് യു ഫോർ വി ക്യാൻ അല്ലേ, വി ക്യാൻ ആണെല്ലാം നമ്മൾ ഇത് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ യൂട്ടിലൈസ് വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ ചെയ്യാം. അടുത്ത ആഴ്ച മുതൽ വെള്ളമോ ചായ എന്തെങ്കിലും കൈ പിടിച്ചോണ്ട് കുറച്ച് കുടിച്ചോണ്ടൊക്കെ ഇരിക്കണം. എനിക്ക് ഈ വെറും പട്ടിണിയൊന്നും വന്നിരിക്കാൻ പറ്റത്തില്ല ഇവിടെ പോഡ്കാസ്റ്റ്. നിങ്ങൾ താര് പറഞ്ഞ് പട്ടിണി നിനക്ക് എല്ലാം ഇങ്ങോട്ട് വരാൻ കലക്കി കൊണ്ടുതരാടാ. ആരെങ്കിലും കുറച്ച് ചായ കൊണ്ട് സ്പോൺസർ ചെയ്യാം. നമുക്ക് എന്നാ പാരകളിലോട്ട് മാറ്റാം. അത് നല്ല പരിപാടിയാ. അത് ഒരു ബിരിയാണി ഒരു ബിരിയാണി ഒക്കെ കഴിച്ചു. കൈതിരിക്കുന്ന ചെമ്പ് കൊണ്ടുവച്ചിട്ട് വേറെ ആരുണ്ട് ഈ പോഡ്കാസ്റ്റ് ആരിലൊക്കെ വിളിക്കും, നിങ്ങൾ ചായ എന്തെങ്കിലും വേണം. അല്ല, അങ്ങനെ ഒരു സ്ഥലം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് കുക്കർ മന്ദിര സ്ഥലമായിരിക്കും. ഓക്കെ ഡൺ. നല്ലി കഴിച്ചോണ്ടിരുന്ന പറയാനോ അവിടെ നല്ലി മാത്രം നടക്കൂ. മൊത്തം ASMR ആവും. മൊത്തം ASMR. ASMR. അപ്പൊ ഇടയ്ക്ക് മറ്റേ സാധനം വരും. അല്ല അവിടെ അതിന് പറ്റൂലല്ലേ, വലിയ ഇതല്ലേ. വേറൊരു കാര്യമുണ്ട്, നല്ല വിശപ്പുണ്ട് എവിടെ നല്ലത് ഫുഡ് കഴിച്ചേ പറ്റൂ. അത് നമ്മളിന്ന് മറ്റേ ഫിഷ്. പിന്നെ ഈ വീഡിയോ കുറച്ചുകൂടി ക്രിഞ്ച് ആക്കണമെങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ദിസ് വീഡിയോ. അയ്യോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്തില്ല. Guys. ഒന്നും തോന്നരുത്, വെറുതെ ചുമ്മാ ഫണ്ണിന് ചെയ്തതാണ്. അപ്പൊ എന്താണെങ്കിലും നമ്മൾ ഈ 4 പേരും കോൺസ്റ്റന്റ് ആയിട്ട് ഇനി പോഡ്കാസ്റ്റുകൾ ആയി നമ്മൾ വരുന്നതായിരിക്കും. ആഴ്ച എത്ര കോണ്ടന്റ് ഇടും? അത് നമ്മളെ ഇതിന്റെ വ്യൂസ് അനുസരിച്ചും ഇതിന്റെ ആൾക്കാരുടെ ഇത് കണ്ടിന്യൂ ചെയ്യണോ ആലോചിക്കാം. വേറെ ഐഡിയ ഉണ്ട്, നമുക്ക് 2 എപ്പിസോഡ് കട്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഇട്ട് നോക്കാം. ഇല്ല, ഇത് ഒരെണ്ണത്തിൽ പോട്ടെ, ഒരെണ്ണത്തിൽ പോട്ടെ. എന്നിട്ട് തീരുമാനിക്കട്ടെ ആൾക്കാർക്ക് ഇത് വേണോ വേണ്ട. വേണ്ടേ, അത്രേ ഉള്ളൂ. അപ്പം ഉള്ളിരുന്ന് കാണൂ. നമ്മൾ നീ തന്നെ പോയി ഇരുന്ന് കുറെ കമന്റ് ഇടും അല്ലേ? ഞാൻ ഇടാറില്ല കമന്റ്. ഞാൻ ഇടാറുണ്ട്. ഞാൻ അങ്ങോട്ട് ഇടും ഹായ് ബ്രോ ഒരു ഹായ് തരും. ഇപ്പഴാ പുള്ളി ലൈക്ക് അടിക്കാറുണ്ട്. അത് ഇപ്പോഴും ഇടും. ഞാൻ ഇടാറുണ്ട്, കമന്റ് ഇടാറുണ്ട്. ഹായ് ബ്രോ ബിഗ് ഫാൻ. അപ്പൊ ലൈക്ക് ഒക്കെ അടിച്ചു. ഇയാൾ അൽഷദാമിന്റെ വ്ളോഗ് ഓട്ടോമാറ്റിക് ലൈക്ക് പേരെന്തോ പേരെന്തോ? മുഹമ്മദ് യാസിർ എന്തോ നമ്പറും ഉണ്ട്. ഞാൻ യൂട്യൂബ്. ഓ ഓക്കെ 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 ഓക്കെ. ഫസ്റ്റ് ഇടുന്നവർക്കൊക്കെ ഫസ്റ്റ് ഞാനിടാം. എന്റെ വക ലൈക്ക് ഇയാള് ഉണ്ട്. കഴിക്കണം. ഓ ഏതോ വലിയ ഫാൻ. ഫസ്റ്റ് ഇടുന്നവർക്കൊക്കെ എന്റെ വക ലൈക്ക് ഉണ്ട്. ഹേയ് ബ്രോ ഫസ്റ്റ് പ്ലീസ് ലൈക്ക്. ഞാൻ നൊമാഡിൽ നിന്ന് ഇടാറുണ്ട്. ഞാൻ ഇടാറുണ്ട് നൊമാഡിൽ. കമന്റ് ഇടാറില്ല. അല്ല ലവ് ഇടും പോയി. നീ താങ്ക്സ് ഒക്കെ ഇപ്പോഴല്ലേ പറഞ്ഞ കമന്റ് ഇടാ. വേറെ അക്കൗണ്ടിൽ ഇടാറില്ല, എന്റെ അക്കൗണ്ടിൽ ഇടാറുണ്ട്. ഞാൻ എന്റെ അക്കൗണ്ടിൽ നിന്ന് ഇടുന്നത് എങ്ങനെയാണ്? ഹായ് ബ്രോ ബിഗ് ഫാൻ ഒരു ഹായ് തരും. നിന്റെ അക്കൗണ്ടിൽ ഇടാറുണ്ടോ? ഒരു ലൈക്ക് അടിക്കുമോ? അത് കമന്റ് ഇടും. ഞാൻ ഇങ്ങനെ ഫുൾ സപ്പോർട്ടാണ് എപ്പോഴും. ഞാൻ യൂട്യൂബിൽ എടുത്തിട്ട് ഫസ്റ്റ് ഞാൻ കമന്റ്. അൽഷസാണെങ്കിലും പൊക്കിക്കൊണ്ടിരാൻ നോക്കും, കാരണം 10 പേര് അറിയണം നമുക്ക് ഇവിടെ. We are ruling here. അതിനർത്ഥം ഷസാം പൊങ്ങിയിട്ടില്ല എന്നല്ലേ? അങ്ങനെയല്ല, അൽഷസാം പൊക്കണ്ട നമുക്ക്. പിന്നെ വേണം അൽഷസാം വലിയ അത് വേണം വേണം അതില്ലാതെ പറ്റേ. അത് പറ്റിയാല എല്ലാവരും കോൾമി ഷസാം എന്ന് അറിയാം, എനിക്ക് അൽഷസാമായിട്ട് മാറ്റണം. കണ്ടറിയാണ്. അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. മറ്റേ സാധനം കടിക്ക്. ഇതാ അത് തുടക്കം ചെയ്യാനുള്ളായിരുന്നു. അത് പിന്നെ കട്ടി തൊട്ടോളൂ. പിന്നെ അപ്പൊ എന്താണെങ്കിലും അതും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് തന്നെ പറയാം. അഭിപ്രായങ്ങൾ കമന്റിൽ. ഇത് ഞങ്ങൾ ഇവിടെ ഞങ്ങളായിട്ട് തന്നെ ഇരുന്നേ, ഞങ്ങള് ആക്ട് ചെയ്തിട്ടില്ല. എന്റെ മുടി പോലും. അതെ, എവിടെ ഇരുന്നടാ? ചോപ്പ് ഷോപ്പ്. അവിടെ പോയി ഹെയർ സെറ്റ് ചെയ്യുന്ന മനുഷ്യനായിരുന്നു. അതുപോലെ ഹെയർ ബ്ലോ ഡ്രൈ. ഞങ്ങൾ 4 പേരും ഇങ്ങനെ തന്നെയാണ്, പുറത്തും അകത്തും എല്ലാം നമ്മുടെ വ്ളോഗും ഇങ്ങനെ ഇങ്ങനെ തന്നെയാണ്. തന്നെയാണ്. അതിന്റെ ആ ഒരു ഇത് കണ്ടിട്ടാണ് ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ഒരു സാധനം നമുക്ക് പിടിച്ചാലോ എന്ന് ആലോചിച്ചത്. ഇൻട്രസ്റ്റിംഗ്. അതെപ്പോഴും നമ്മുടെ എല്ലാ വീഡിയോസിലും എല്ലാവരും അവരവരുടെ ക്യാരക്ടറിൽ എപ്പോഴും തന്നെയാണ്. അതെനിക്ക് കോൺഷ്യസ് എല്ലാവരും. അതെ ഡയലോഗ് പറയുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇതാരാണ്? വേണ്ട ഒന്നും പറയാൻ പറ്റില്ല. ആണോ? അപ്പൊ ബൈ ഗൈസ്. ബൈ ഗൈസ്. ഞാൻ പോണം. ലവ് യു ഗൈസ്.